സിംഹാസനം കടന്നു വന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിലും ചില ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വലിയ വൈഡ് സബ്ജക്റ്റാണ്. നമുക്ക് പരിമിതമായ സമയമാണ് കിട്ടിയത്. ഇന്ന് രാത്രി കൊണ്ട് ഈ സ്റ്റഡികൾ അവസാനിപ്പിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ ചിന്തിക്കാനുണ്ട്. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈ വിഷയം ദൈവവചനം വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ബോധ്യമാക്കി തരും. പിന്നെ നിങ്ങൾക്ക് നെറ്റ് സൗകര്യമുള്ളവരാണ്, യൂട്യൂബിൽ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റോൾസ് എബി ഐരൂർ എന്നടിച്ചു കൊടുത്താൽ അപ്പോസ്തല പ്രവൃത്തികളുടെ 28 അധ്യായത്തിൻ്റെ ഒരു വ്യാഖ്യാനം, അത് ഒരു സ്കോളർലി അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി എന്നതിനേക്കാൾ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ ഉള്ള ഒരു വ്യാഖ്യാനം ഞാൻ പറയാൻ ശ്രമിച്ചു. അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രവചന ശുശ്രൂഷ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തൊട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ അതെനിക്ക് തോന്നുന്നൊരു 60-61 എപ്പിസോഡുകൾ, ഓരോ എപ്പിസോഡും എനിക്കൊന്ന് 45 മിനിറ്റ്, ചിലത് 50 മിനിറ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കുവാൻ ആ നിലയിൽ താല്പര്യമുള്ളവർക്ക് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റോൾസ് എബി ഐരൂർ എന്നടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് അവൈൽ ചെയ്യാൻ കഴിയും. അത് ഞാൻ പ്രാരംഭത്തിൽ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രോമിസ് ഓഫ് ദ ഫാദർ, പിതാവിൻ്റെ വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ടൈറ്റിൽ നിന്നുകൊണ്ട് ദൈവവചനം ധ്യാനിക്കുകയാണല്ലോ. പ്രധാനമായി കർത്താവ് അപ്പോസ്തല പ്രവൃത്തി 1:4-5 വാക്യത്തിലെ ഒരു പ്രയോഗം ഞാൻ നിങ്ങളോട് സംസാരിച്ച, അപ്പോൾ കർത്താവ് നേരത്തെ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് മുൻപ് തന്നെ സംസാരിച്ചിരുന്നു ശിഷ്യന്മാരോട്. You have heard me speak about. So he already spoke. ആ കർത്താവിൻ്റെ ടീച്ചിങ്സ് ജോൺ 14-16 നിന്നുകൊണ്ട് നമ്മൾ അല്പമായി ധ്യാനിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ്, എന്നേക്കും നമ്മളോടുകൂടെ ഇരിക്കുന്നവനാണ് എന്ന് നമ്മൾ പഠിച്ചു. പരിശുദ്ധാത്മാവ് ദൈവമാണ് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും എന്നത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിനെ ദാനമായി തരുന്നത് ഹീസ് കോൾഡ് അലോങ് സൈഡ് ടു ഹെൽപ്പ് അസ്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നാം ആത്മാവിൻ്റെ കൃപയിൽ ശരണപ്പെടുമ്പോൾ, സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മെ അദൗത്യം ചെയ്തെടുക്കുവാനായി ആത്മാവ് ബലപ്പെടുത്തുന്നു എന്ന വിലയേറിയ സത്യവും നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. പരിശുദ്ധാത്മാവ് ഹീസ് എ ടീച്ചർ ജസ്റ്റ് ലൈക്ക് ജീസസ്. കർത്താവ് പറഞ്ഞ വചനങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കി തരുന്നവനും അത് സമയാസമയങ്ങളിൽ ആവശ്യമനുസരിച്ച് നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നവനുമാണ് പരിശുദ്ധാത്മാവ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തതാണ്. പരിശുദ്ധാത്മാവ് പെർസിക്യൂഷൻ വരുമ്പോൾ അതിൻ്റെ നടുവിലും ബലത്തോടെ കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ നമ്മെ ബലപ്പെടുത്തുന്നു, പ്രേരിപ്പിക്കുന്നു എന്ന കാര്യം നമ്മുടെ ഈ കഴിഞ്ഞ ദിവസത്തെ പഠനത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുപോലെ സഭയിലൂടെ, ആത്മനിറവുള്ളവരിലൂടെ പരിശുദ്ധാത്മാവ് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കൺവിക്ഷൻ കൊടുക്കുന്നു. നമ്മുടെ സുവിശേഷീകരണത്തിൽ നമ്മൾ പറയുന്ന വാക്കുകളിൽ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം നടത്തിയ സമയത്ത് പാരമ്പര്യ യഹൂദന്മാർ they were cut to the heart, അവർക്ക് കുത്തുകൊണ്ടു. സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അതൊരു വലിയ ആത്മപ്രവൃത്തിയാണ്. ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുക, പാപബോധം അവർക്ക്
കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ജോൺ 14-16 നമ്മൾ പഠിച്ച സമയത്ത് മനസ്സിലായ ചില സത്യങ്ങളാണ്. അതിൻ്റെ അർത്ഥം യോഹന്നാനിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് നിങ്ങൾ ധരിക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ജീസസ് ഈസ് ദ ബാപ്റ്റൈസർ ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ 3-ാം വാക്യം 5-ാം വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് വീണ്ടും ജനനമെന്ന വലിയ അത്ഭുതം നടക്കുന്നത്. ജോൺ 4 അതിൻ്റെ 24-ാം വാക്യത്തിൽ ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ 7-ാം അധ്യായത്തിന് 37 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കലത്തെ ദിവസം യേശു നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം, അതൊക്കെ ഞാൻ എവിടെയോ ഒന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ, അവിടെയൊന്നും നമ്മൾ സ്റ്റഡി നടത്തിയില്ല. അപ്പർ റൂം ഡിസ്കോഴ്സും പിന്നെ ഗത്സമന തോട്ടത്തിലേക്കുള്ള യാത്രയിൽ കർത്താവ് കൊടുത്ത ആലോചനകളും മാത്രം അല്പമായി, ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ലായിരുന്നു, അല്പമായി സൂചനകൾ മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് അതിനെ തുടർന്ന് 1-2 വാക്കുകൾ, ഈ 4-5 വാക്യം മലയാളത്തിലൊന്ന് വായിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ആത്മസ്നാനത്തെക്കുറിച്ച് പറയാനും ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. എന്നാൽ വളരെ സംക്ഷിപ്തമായി, ഞാൻ പറഞ്ഞല്ലേ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്ന് എന്നെ വിളിച്ചവരുണ്ട് ഒരുപാട് കാര്യം. അപ്പം അന്യഭാഷ നിന്നു പോയോ, അന്യഭാഷ പറഞ്ഞില്ലേ സ്വർഗത്തിൽ പോമോ, ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു Q&A സെഷൻ നമുക്കില്ല. ഇപ്പം എല്ലാവർക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു സെഷൻ വേണം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടീച്ചിങ് എല്ലാം നിൽക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഓരോ സെഷനിലും കുറച്ച് സമയമെടുത്തൊരു കാത്തിരിപ്പ് യോഗം പോലെ ഉണ്ടാകണമെന്ന്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സ്ഥിതിയിൽ നമുക്കത് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. കാത്തിരിപ്പിനൊരു പ്രത്യേക ആൾ വന്ന് ഒന്നും നമ്മളെ ഉത്സാഹപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഭവനത്തിൻ്റെ പ്രൈവസിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജീസസ് ഈസ് ദ ബാപ്റ്റൈസർ നിങ്ങളെ ആത്മാവിൽ സ്നാനപ്പെടുത്തുവാൻ കഴിയും. സ്തോത്രം. ആ നിലയിൽ നിങ്ങൾ വചനം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുക ജീസസാണ് നമുക്ക് ബാപ്റ്റിസം തരേണ്ടത്. ഓക്കെ, 4-5 വാക്യം ഒന്ന് വായിക്കാമോ? അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം എന്ന വിലപ്പെട്ട വിലയേറിയ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവം ദൈവത്തിൻ്റെ നിറവ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ വി ഹാവ് ദ ഹോളി സ്പിരിറ്റ് ഇൻ അസ്. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതാണെങ്കിൽ ഒരു സൂചന ഞാൻ തരാം. ചില ആളുകൾ ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പക്ഷേ ഞാൻ നിങ്ങളുടെ മുൻപിൽ 2-3 കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു. ഒന്ന്, ജീസസ് ഈ കാര്യം ശിഷ്യന്മാരോട് പറയുമ്പോൾ ശിഷ്യന്മാരുടെ മേൽ ആത്മാവ് ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അതിൻ്റെ 22-ാം വാക്യത്തിൽ, ആൻഡ് വിത്ത് ദാറ്റ് ഹി ബ്രീത്hed on them and said, receive the Holy Spirit. ഇവരുടെ മേൽ ആത്മാവുണ്ട്. കർത്താവ് വെറുതെ ഊതിയതൊന്നുമല്ല. ജീസസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയോഗത്തിലാണ് ചെയ്യുന്നത്. ദേ ഹാവ് ദ സ്പിരിറ്റ്. അവരോടാണ് പറയുന്നത് there is something more to experience. ഓക്കെ, വിശദീകരിക്കുന്നില്ല. നമ്പർ 2, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ചിലപ്പോൾ ഈ ആദ്യം ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് അത്ര യോജിക്കുന്നില്ലെങ്കിൽ കം ടു ചാപ്റ്റർ 8. നിങ്ങൾക്കറിയാമല്ലോ 8-ാം അധ്യായത്തിലെ പ്രധാന വിഷയം ശമരിയയിൽ നടന്ന ഉണർവാണ്. ഫിലിപ്പോസിൻ്റെ നേതൃത്വത്തിൽ അസാധാരണ അത്ഭുതങ്ങൾ നടന്നു. ധാരാളം ആളുകൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു, സ്നാനപ്പെടുവാൻ തക്കവണ്ണം
ഇടയായിത്തീർന്നു. ഒന്ന് വായിക്കാമോ മലയാളത്തിൽ അതിൻ്റെ 15-ാം വാക്യം മുതൽ? അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അവിടെ നിർത്തണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് അപ്പോൾ പരിശുദ്ധാത്മാവില്ലേ? വിശദീകരിക്കുന്നില്ല, കാരണം ഇന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്ന് കവർ ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് ഐ എം ജസ്റ്റ് പ്രസൻറ്റിങ് ടു യു ദി ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ആക്ട്സ് ചാപ്റ്റർ 19. 5-ാം വാക്യം മുതൽ അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. ഞാൻ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിൽ എൻ്റെ ഓർമ്മ ഇതൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അല്ല, സ്നാനപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ആത്മാവില്ലേ? വൈ ഈസ് ഹി ദെൻ പ്ലേസിംഗ് ഹാൻഡ് ഫോർ ദ ഹോളി സ്പിരിറ്റ് ടു കം? സി, അപ്പോൾ വെറുതെ അല്ല പറയുന്നത്, രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവുണ്ട്. There is no doubt about it. എന്നോട് ഇന്നൊരാൾ ചോദിച്ചു, സപ്പോസ് ഐ നെവർ സ്പോക്ക് ഇൻ ടങ്സ്, വിൽ ഐ ഗോ ടു ഹെവൻ? യെസ് ബ്രദർ. രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ട്, നിങ്ങൾ സ്വർഗത്തിൽ പോകും, അതിന് സംശയമില്ല. പക്ഷേ ആത്മനിറവിൻ്റെ അനുഭവം, ആത്മാവ് നിങ്ങളെ ടോട്ടലി നിയന്ത്രിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കില്ലെങ്കിൽ ഹൗ ക്യാൻ യു ലീഡ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്? 2, how can you be a powerful witness for the Lord? Fruit of the Holy Spirit എങ്ങനെ വരും? ആത്മാവ് നമ്മെ ടോട്ടലി നിയന്ത്രിക്കുന്ന അനുഭവം ഉണ്ടാകണം. ഒരു കാര്യം കൂടെ പറയാം. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഒരിക്കൽ നടക്കുന്നതും അനുദിനം നിറവ് നടക്കേണ്ടതുമാണ്. അതിന് ബിബ്ലിക്കൽ തെളിവുകൾ ഉണ്ട്. പ്രത്യേകിച്ചും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അതിനെ തരണം ചെയ്യുവാനായി പ്രത്യേക നിലയിൽ ആത്മാവിനെ ദൈവം പകരും എന്നുള്ള തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്. പീറ്ററിന് ആ സംഭവം ഉണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ അതുണ്ട്. കോർപ്പറേറ്റായിട്ട് അവർക്കുണ്ടായി. പെന്തക്കോസ്ത് ദിവസം ആത്മാവിനെ പ്രാപിച്ചവരാണ്. അവർ പെർസിക്യൂഷൻ്റെ നടുവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരിരുന്നിടം കുലുങ്ങത്തക്കവണ്ണമുള്ള ആത്മപകർച്ച പിന്നെ ഉണ്ടായത്. പോളിന് അപ്പോസ്തലപ്രവൃത്തി 13-ലുണ്ടായി. എലിമസ് എന്ന് പറയുന്ന ഒരാളിനോട് ഒരു സ്പിരിച്വൽ വാർഫെയറിൻ്റെ സമയത്ത് ഒരു പ്രത്യേക ഒരു നിറമുണ്ടായി. സി, പ്രൈസ് ദി ലോർഡ്. ഡെയിലി വി മസ്റ്റ് ബി ഇൻ എ സ്പിരിറ്റ് ഫിൽഡ് ക്രിസ്ത്യൻ ലൈഫിലായിരിക്കണം. അതാണ് ബൈബിൾ നമുക്ക് തരുന്ന ആശയം. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം 5:18 ശ്രദ്ധിച്ചാൽ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുന്നു. പിന്നെ ആത്മാവ് നിറഞ്ഞവരായി എന്നുള്ള അതിനകത്തെ മൂലഭാഷയിലെ പ്രയോഗം കണ്ടിന്യൂസ്ലി ബീങ് ഫിൽഡ്, അതാണ് അവിടുത്തെ മൂലഭാഷയിലെ പ്രയോഗം. സ്തോത്രം. അപ്പം ഇത് വൈഡായി ധാരാളമായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഇവിടെ അത് സാധിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ചിലരുടെ ചോദ്യങ്ങൾ, ഒരാൾ പ്രത്യേകിച്ച് എന്നോട് ഇന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടും ആ കാര്യങ്ങൾ ചെറിയ നിലയിലൊരു ക്ലാരിഫിക്കേഷൻ വെച്ചിട്ട് എഗെയിൻ ഐ സേ, നമ്മൾ ആ ചെയ്തിരിക്കുന്ന കമൻറ്ററിയിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആൻസേഴ്സ് ഉണ്ടാവും. പിന്നെ എല്ലാ ചോദ്യവും ആൻസർ ചെയ്യുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രാർത്ഥനാപൂർവം ദൈവവചനം ധ്യാനിച്ചാൽ every answer is there. Praise the Lord. Okay. അപ്പം പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് കർത്താവിൻ്റെ കൽപ്പനയാണ്. പരിശുദ്ധാത്മ സ്നാനത്തുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നു. നിങ്ങൾ അതിനു വേണ്ടി യെരൂശലേമിൽ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് ആവേശത്തോടെ ഇവർ സുവിശേഷ വേലയ്ക്ക് പോകരുത് എന്നാണ് വാസ്തവത്തിൽ അവിടുത്തെ ഇംപ്ലിക്കേഷൻ. അങ്ങനെ അവർ കാത്തിരിക്കുകയാണ് അടുത്ത 10 ദിവസം. 10 ദിവസം എന്ന് പറഞ്ഞാൽ ആത്മാവ് വന്നപ്പോൾ 10 ദിവസമായതാ, അല്ലാതെ ഞങ്ങൾ 10 ദിവസം കാത്തിരിക്കുക എന്ന അർത്ഥത്തിലല്ല. അവർ മാളിക മുറിയിൽ കാത്തിരിക്കുകയാണ്. നിങ്ങൾ അവരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവരാണോ ഗ്രേറ്റ് കമ്മീഷൻ
ഫുൾഫില്ല് ചെയ്യാൻ പോകുന്നവർ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പരിശുദ്ധാത്മ സ്നാനത്തിനും ആത്മപകർച്ചയ്ക്കും നമ്മളിൽ വരുത്തുവാൻ സാധിക്കുന്ന വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ ആത്മാവ് വരുന്നതിന് മുമ്പ് കാത്തിരുന്നവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. നമ്പർ 1, അവരിൽ പ്രധാനപ്പെട്ട ആളുകൾക്ക് സെക്യുലർ എഡ്യൂക്കേഷൻ ഇല്ല. ദേ ഹാവ് നോ എഡ്യൂക്കേഷൻ. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടുത്തെ സ്വർഗാരോഹണത്തിന് ശേഷം ഇവരെയാണ് ലോകം സുവിശേഷീകരണത്തിന് ജീസസ് തിരഞ്ഞെടുക്കുന്നത്. സ്തോത്രം. 2, അവരുടെ ഇടയിൽ തന്നെ അത്ര ചേർച്ചയൊന്നും ഇല്ലായിരുന്നു. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ പറയാം. ഞങ്ങളിൽ വലിയവൻ ആരാണെന്നൊക്കെ ആശയമൊക്കെ അവരുടെ ഇടയിൽ സജീവമായിട്ടൊക്കെ ഉണ്ട്. 3, അവരിൽ ഒരുവനായിരുന്ന യൂദാസ് കെട്ടിഞ്ഞാന്ന് ചത്ത വാർത്ത നാട്ടിലെല്ലാം പരന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, കമ്മിറ്റി അംഗത്തിൽ ഒരാൾ കെട്ടിയാന്നെന്ന് പറഞ്ഞാൽ ആ സഭയെ വല്ലൂരും കയറുമോ? സ്തോത്രം. ആ ഗ്രൂപ്പാണ് ഈ കാത്തിരിക്കുന്നത്. എന്നിട്ട് കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതൊക്കെ ഇവർ നേരിട്ട് കണ്ടതാണ്. പക്ഷേ നാട്ടിൽ വാർത്ത പരന്നിരിക്കുന്നത് യേശുവിൻ്റെ ശവശരീരം മോട്ടിച്ചുകൊണ്ട് പോയതാണെന്നാ. നേതാവില്ലാത്ത സഭയിൽ ആരെങ്കിലും പോകുമോ? ഇങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഹോളി സ്പിരിറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. മാനുഷികമായി നോക്കിയാൽ there is no hope for them. Praise the Lord. ജീസസ് ഒന്നും പ്രത്യേകിച്ച് അവരോട് കൂടുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇതൊന്നുമല്ല ജീസസിന് പറയാനുള്ളത്. യു വെയിറ്റ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. എല്ലാം മാനുഷികമായി നോക്കിയാൽ അവർക്ക് നെഗറ്റീവേ അവരെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷേ ജീസസ് പറഞ്ഞത് വെയിറ്റ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് വരുമ്പോൾ നെഗറ്റീവ് മുഴുവനും മാറി പോസിറ്റീവായി ദേ വിൽ ബി എൻഡോഡ് വിത്ത് പവർ ഫ്രം ഓൺ ഹൈ. ഈ മാറ്റം നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് തരാൻ കഴിയും. See, without the Holy Spirit you are just ordinary people, സാധാരണ മനുഷ്യർ. എന്നാൽ ആത്മാവ് വന്നു കഴിയുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി ആകുകയാണ്. ഇതാണ് പീറ്ററും ശേഷമുള്ളവരും പിൻകാലങ്ങളിൽ പോളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. പ്രൈസ് ദ ലോർഡ്. ദ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിൽ ഭയങ്കരമായ മാറ്റം ദൈവത്തിന് നമ്മളിൽ ചെയ്യുവാൻ കഴിയും. വിശേഷാൽ ഇവാഞ്ചലിസത്തോടുള്ള ബന്ധത്തിൽ, ക്രിസ്ത്യൻ ക്യാരക്ടറിനോടുള്ള ബന്ധത്തിൽ ഒക്കെ. ഇനി ഒരു പ്രധാന വിഷയം ഇതാണ്. അത് ജസ്റ്റ് ഒന്ന് കാഷ്വൽ ആയിട്ടൊന്ന് പറഞ്ഞു പോകാം. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിന് ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷാ ഭാഷണമാണോ? അത് എന്തുകൊണ്ട് പറയുന്നു? ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് സ്പീക്കിംഗ് ഇൻ ടങ്സ് ഈസ് ദി ഇനീഷ്യൽ എവിഡൻസ് എന്ന് ഞാൻ പറയാൻ കാരണം, റിയൽ ജെനുവിൻ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഉണ്ടെങ്കിൽ ആത്മാവകത്ത് താമസിച്ചാൽ ആത്മാവിൻ്റെ ഫലവും വെളിപ്പെടണം. റിയൽ ഫലം കാണുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല, ഇറ്റ് ടേക്ക് ടൈം. അതുകൊണ്ട് ഇനീഷ്യൽ എവിഡൻസ് യെസ്, സൂപ്പർ നാച്ചുറലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ മൂവ്മെൻറ്റ് വരുമ്പോൾ വി സ്പീക്ക് ഇൻ ടങ്സ്. ബട്ട് ജെനുവിൻ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ആളിൽ വ്യക്തമായി പ്രകടമായി വെളിപ്പെട്ട് വരണം. പ്രൈസ് ദി ലോർഡ്. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ കാരണം? ബൈ ദ വേ, ഞാനിപ്പോൾ ഈ പറയുന്നത് അല്ലാതെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരാളോടൊന്നും എനിക്ക് ഉടക്കൊന്നുമില്ല. ദാറ്റ്സ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഇഫ് സംബഡി ഹാസ് എ ഡിഫറെൻറ്റ് കൺവിക്ഷൻ, എനിക്കൊരു പ്രശ്നമില്ല. ദാറ്റ്സ് യുവർ കൺവിക്ഷൻ. ബട്ട് ദിസ് ഇസ് മൈ കൺവിക്ഷൻ. ആൻഡ് എൻ്റെ കൺവിക്ഷൻ ചുമ്മാ ഒരു ദിവസം ഇരുന്നങ്ങ് ചിന്തിക്കുന്നതല്ല. ഐ വിൽ ടെൽ യു വൈ. അപ്പോസ്തലപ്രവൃത്തി 2:1-4 വരെ ആദ്യം ആത്മസ്നാനം നടക്കുമ്പോൾ കൊടിയ കാറ്റിൻ്റെ ശബ്ദം
അഗ്നിനാവുകൾ പോലെ പിളർന്ന് അവൾ കണ്ടു. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ ആത്മാവ് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷകൾ സംസാരിച്ച് തുടങ്ങി. കൊടിയ കാറ്റും അഗ്നിനാവും പിന്നീട് റെപ്പറ്റീഷനിൽ വരുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം കൊർന്നല്യോസിൻ്റെ വീട്ടിൽ അന്യഭാഷ പിന്നെ വന്നു. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ അന്യഭാഷയും പറഞ്ഞ് പ്രവചിക്കുകയും ചെയ്തു. അപ്പം എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്യുന്നത് സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്നതായതുകൊണ്ടാണ് we say that when you are baptized in the Holy Spirit, പ്രത്യക്ഷ ഇനീഷ്യൽ എവിഡൻസ് സ്പീക്കിംഗ് ഇൻ ടങ്സ് ആണ് എന്നാണ്. അപ്പം ബിബ്ലിക്കൽ ബാക്കിംഗ് ഇല്ല എന്ന് ചിന്തിക്കരുത്, ബിബ്ലിക്കൽ ബാക്കിംഗ് ഉണ്ട്. പക്ഷേ ഇഫ് സംബഡി എൽസ് വാണ്ട് ടു തിങ്ക് ഇൻ അനദർ വേ, ഐ ഹാവ് നോ പ്രോബ്ലം. ദാറ്റ് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. മൈ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദിസ് വേ. ഇനി ഇന്ന് എന്നോടൊരു പ്രിയ സഹോദരൻ സംസാരിക്കുന്നുണ്ടായി. വളരെ ജെന്യുവനായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം വളരെ ഓപ്പണായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത ആളിനെ കളിയാക്കുന്ന ആളുകളുണ്ട്, വിച്ച് ഈസ് ടു ബാഡ്. നമ്മൾ അവരെ അന്യഭാഷാ ഭാഷണം പറയാത്തത് കൊണ്ട് സെക്കൻഡ് ഗ്രേഡ് സിറ്റിസണായിട്ട് വിമർശിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഒരു മെച്യൂർ സ്വഭാവമാണെന്ന് തോന്നുന്നില്ല. കാരണം അവർക്ക് കാത്തിരിക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം, കൊടുക്കേണ്ടത് കർത്താവാണ്. ഇനി ചില ആളുകൾ, പ്രത്യേകിച്ച് എന്നോട് സംസാരിച്ച പ്രിയ സഹോദരന്, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ. അപ്പോൾ എനിക്ക് ബോധ്യമാകുന്ന അദ്ദേഹത്തിനൊരു ജെനുവിൻ ആത്മാവിൻ്റെ ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ അദ്ദേഹം ജെനുവിനായി അന്യഭാഷ പറഞ്ഞില്ല. ജെനുവിനായി അന്യഭാഷ പറഞ്ഞില്ല. അതെന്താണ്? ഞാൻ ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയല്ല, ഇവിടെ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാൻ അത്ര സമയം എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ആളുകളുടെ മൈൻഡിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഈ അന്യഭാഷയെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്. അത് പലപ്പോഴും അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് റിസീവ് ചെയ്യാൻ. ഞാൻ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്കത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന നമ്മളെ ഒത്തിരി ബാധിക്കുന്നുണ്ട്. അല്ലായിരുന്നു ഞാൻ അതൊക്കെ മനസ്സിലാക്കുന്ന നിലയിൽ നിങ്ങളെ അതൊക്കെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യായിരുന്നു. ചിലരൊക്കെ എങ്ങനെയൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആളുകളെ കണ്ടും കേട്ടുമൊക്കെയാണ് നമ്മൾ ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ക്യൂറിയസ് ആളായിരുന്നു. ഞാൻ ഓരോരുത്തരോട് ചോദിക്കുകയും അനുഭവമുള്ളവരുടെ ബ്രദറിൻ്റെ അനുഭവം എങ്ങനെയാണ്? ഞങ്ങളുടെ കാര്യം എന്തോ പറയാനാ, ഞങ്ങൾക്ക് അങ്ങ് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞാൻ ഇരിക്കുന്നത് ഇങ്ങനെ ഭയങ്കര എന്തോ വിഷയങ്ങളാണ്. വേറൊരു ആളിനോട് ചോദിക്കുമ്പോൾ അവർ പറയും, ആഹാ ഞങ്ങളുടെ കാര്യമോ, ഞങ്ങളുടെ കാര്യം. അപ്പം വചനത്തിൽ നോക്കുന്നതിന് പകരം ആളുകൾക്കുണ്ടായ ചില അനുഭവങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേദപുസ്തകം എങ്ങനെയാണ് പറയുന്നത്? 2-ാം അധ്യായം, പുസ്തകപ്പെടുത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെ ഒന്ന് വായിച്ചേ. ഓക്കെ. അവർക്ക് പ്രത്യക്ഷമായി. അത് കേൾക്കണം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. നിക്ക് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ ആത്മാവാണോ സംസാരിച്ചത്, അവരാണോ സംസാരിച്ചത്? വാക്യം നോക്കിയാൽ മതി. And they were all filled with the Holy Spirit and began to speak with other tongues as the Spirit gave them utterances. ഞാൻ ലിറ്ററലി ആളുകൾ കണ്ടിട്ടുണ്ട്, അവർ വാ തുറന്നിങ്ങനെ പിടിക്കും. എന്താ അവരുടെ പ്രതീക്ഷ? ആത്മാവ് വന്ന് നാക്കിനെ എടുത്ത്
ഇങ്ങനെ ചലിപ്പിച്ച് ആത്മാവകത്തിരുന്ന് സംസാരിക്കും. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വേ. ആത്മാവിൻ്റെ അവിടെ നടക്കുന്ന എന്താ? പെട്ടെന്ന് കൊടിയ കാറ്റിൻ്റെ ശബ്ദം, പിന്നെ അഗ്നിനാവുകൾ പോൽ പിളർന്ന നാവുകൾ അവരുടെ മേൽ വരുന്നു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയാണ്. ഈ കാര്യങ്ങളൊക്കെ അവർ പ്രകടമായി കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുകയാണ്, അല്ലേ? പവർ, ആത്മാവ് അവരുടെ മേൽ വരുന്നു, അവർക്ക് അനുഭവിക്കാം, വരുന്നു. അകത്ത് നിറവുണ്ടായി. ആത്മാവ് അവർക്ക് വാക്ക് കൊടുക്കുമ്പോൾ അവരുടെ നാവിനെ, വായെ ആ കിട്ടിയ വാക്കുകൾ പറയാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഐ എം ടെല്ലിങ് യു ഇൻ വെരി സിമ്പിൾ ലാംഗ്വേജ്. ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഉണ്ടാക്കി പറയുകയല്ല, അത് ജെനുവിൻ അല്ല. ആത്മാവ് തന്നത് എനിക്ക് വേണേ മിണ്ടാതിരിക്കാം. ആത്മാവ് ബലപ്രയോഗം നടത്തത്തില്ല. എൻ്റെ ഉള്ളിൽ തന്നത് എൻ്റെ നാവ് ഞാൻ അതിന് ഏൽപ്പിച്ചു കൊടുത്താൽ ആത്മാവ് തന്നത് പറയും. ഈ ഒരു ഭയങ്കര മെൻ്റൽ ബ്ലോക്ക് ആളുകൾക്ക് ഇതിൻ്റെ ഒരു ക്ലിയർ ടീച്ചിങ് കിട്ടാത്തത് കൊണ്ട് ദേ ഡോണ്ട് നോ ഹൗ ടു റിസീവ്. അതുകൊണ്ട് ചിലർ ശക്തി പ്രാപിച്ചു എന്ന് പറയുന്നവർ പോലും അന്യഭാഷാ ഭാഷണം പറയാൻ ഒക്കാതിരിക്കുക. കാരണം അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മളിങ്ങനെ നിൽക്കണം, വായടച്ചുകൊണ്ട് നിൽക്കണം. അപ്പം അകത്ത് ആത്മാവ് വന്ന് ഇങ്ങനെ നമ്മളെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കാം. ദാറ്റ്സ് നോട്ട് ദ വേ. അതിനാണ് ഞാൻ ആ ബൈബിളിലെ ആ വാക്യം ജസ്റ്റ് നിങ്ങളുടെ മുൻപിൽ വെച്ചത്. പ്രൈസ് ദ ലോർഡ്. അപ്പം ഞാൻ ആത്മാവ് വരുമ്പോൾ എനിക്ക് ബോധ്യമാകുന്നത് ദ പവർ ഇസ് ഓൺ മീ. എൻ്റെ ഉള്ളിൽ ആ നിറവ്, തിരുവെഴുത്ത് പറഞ്ഞുള്ളൂ, ജീവജലനദി ഉള്ളിൽ നിന്ന് അല്ല, ഞാൻ എൻ്റെ മനസ്സിൽ കരുതിക്കൂട്ടിയേണ്ട ഇന്ന് ഈ വാക്കാണ് പറയേണ്ടത്, അങ്ങനെ കരുതിക്കൂട്ടി വരുന്നതല്ല, അത് ഉണ്ടാക്കി പറയുകയാണ്, അത് ജെനുവിനല്ല. ഉള്ളിൽ ആത്മപ്രേരിതമായി ആത്മാവ് തരുന്ന വാക്കാണ്. എൻ്റെ ശരീരത്തിലെ അവയവമാകുന്ന നാക്കിനെ ഞാൻ ആത്മാവിനെ ഈൽഡ് ചെയ്യുമ്പോൾ speak in tongues. I hope I am clear. ഇതും ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ അങ്ങനെ പോയാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് പറയാൻ ഒക്കാതെ വരും. ഇത് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് മേ ബി ഇറ്റ് വിൽ ഹെൽപ്പ് സംബഡി. കാരണം ആളുകൾ ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ്, പ്രൊവൈഡഡ് ഇഫ് യു വോണ്ട് ടു ലേൺ. ഈ ചുമ്മാതെ ഈ ഓടൊക്കെ ചോദ്യം ഐ റിയലി ഡോണ്ട് എൻ്റെ, കാരണം നമുക്കതിന് സമയമില്ല. ചിലർക്ക് വേറൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. പ്രൈസ് ദ ലോർഡ് ഫോർ യു ബ്രദർ. ബിബ്ലിക്കലി എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത്. ഇനിയും ദി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇസ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനെ അവഗണിക്കരുത്. ഇപ്പം ആത്മാവിനാൽ എനിക്ക് അന്യഭാഷയിൽ സംസാരിക്കാനുള്ള കൃപ ദൈവം തന്നു എന്നിരിക്കട്ടെ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ദ ക്ലൈമാക്സ്. അങ്ങനെ ചിന്തിക്കരുത്. അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ മർമ്മങ്ങളെ ദൈവത്തോട് സംസാരിക്കുന്നു. അതിൽ നിമിത്തം എന്ത് റിസൾട്ട് ഉണ്ടാകുന്നു? എനിക്ക് എഡിഫിക്കേഷൻ ഉണ്ടാകുന്നു. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ പാടുന്നു. സ്പിരിച്വൽ എഡിഫിക്കേഷൻ എനിക്കുണ്ടാകുന്നു, ആത്മിക വർധനം എനിക്കുണ്ടാകുന്നു. പ്രൈസ് ദ ലോർഡ്. ആൻഡ് ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ദ പേഴ്സൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തോടു കൂടി നടക്കുക, ഇൻറ്റിമസി വിത്ത് ദ സ്പിരിറ്റ്. ഇത് വിട്ടുപോകരുത്. ഇതാണ് പ്രധാനപ്പെട്ടത്. അന്യഭാഷാ ഭാഷണത്തിലുമെല്ലാം ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. എനിക്ക് ദൈവത്തോടു കൂടി നടക്കണം. അതായിരുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവാൻ ഒരു ശ്രമം നടത്തിയത്. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു ദ സബ്ജക്റ്റ്. പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിലാണ് ആത്മസ്നാനം എന്ന വിഷയം. ആത്മസ്നാനത്തിലൂടെ എന്ത് കിട്ടുന്നു? പുസ്തകത്തിൽ 1:8 യു റിസീവ് പവർ.
എന്നാൽ അവർക്ക് ആ അനുഭവം ഉണ്ടാകുന്നത് അപ്പോസ്തല പ്രവൃത്തി 2:1 മുതൽ 4 വരെ. അവിടെയാണ് നമ്മൾ അന്യഭാഷാ ഭാഷണം കാണുന്നത്. വാട്ട് അബൌട്ട് പവർ? അത് അവരുടെ ഈ അനുഭവം അങ്ങോട്ട് ഉണ്ടായിക്കഴിഞ്ഞ് അവരുടെ ലൈഫിൽ വെളിപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആ പവർ സ്പിരിച്വൽ പവറാണ്. തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ആത്മശക്തിയോടെയാണ് അവർ ചെയ്തത്. ഇന്നും ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് ആ നിലയിലാണ് വിറ്റ്നസ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ല. അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്നിട്ട് ഓൾഡ് ടെസ്റ്റമെൻറ്റിലും മിറാക്കിൾസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ദ സ്പിരിറ്റ് കെയിം ഓൺ പീപ്പിൾ. പുതിയ നിയമത്തിൻ്റെ ശ്രേഷ്ഠത ആത്മാവ് ഉള്ളിലേക്ക് വരുന്നു. ഉള്ളിൽ വന്നപ്പോൾ അത്ഭുതം, അടയാളം മാത്രമല്ല, ചില മാറ്റങ്ങൾ അവരിലുണ്ടായി. ഉദാഹരണം പെട്ടെന്ന് ഞാൻ പോകാം. കർത്താവ് ഗെത്സമന തോട്ടത്തിൽ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവരുടെ അനുഭവം എന്തായിരുന്നു? അവർ ഉറങ്ങി. ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ലൂക്കോസ് 11:1 അവർ കർത്താവിനോട് പറഞ്ഞതാണ്. കർത്താവ് അവരെ പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ലൂക്കോസ് 22:45 പറയുന്നത് ദുഃഖിതരായിരുന്ന അവർ ഉറങ്ങിപ്പോയി. ജഡം ബലഹീനമാണ്. ആത്മാവിന് വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:14. ആത്മാവിനെ ലഭിച്ചു കഴിഞ്ഞ് ലൂക്കോസ് ഈ അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ ഞാൻ കാണുന്നത് ഡൈനാമിക്കായിട്ടുള്ള പ്രെയർ ലൈഫാണ്. ആത്മപൂർണനായ ക്രിസ്തുവിൽ വെളിപ്പെട്ട അതേ പ്രാർത്ഥനാ ജീവിതം ജെറുസലേം ചർച്ചിൽ വെളിപ്പെടുന്നുണ്ട്. ഇഫ് ദ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം കിട്ടി, ആത്മസ്നാനവും ആത്മാവിൻ്റെ കൂടെ ഇൻറ്റിമസിയും ഉണ്ട്, എനിക്ക് ആത്മാവുണ്ട് എന്ന് പറയുന്ന ഒരാൾ, ഇഫ് യു ഹാവ് എ പ്രയർലെസ് ലൈഫ്, ഇറ്റ് ഡസൻറ്റ് മാച്ച്. വേഗം മുന്നോട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുറേ റെഫറൻസുകൾ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:42 സഭ പ്രാർത്ഥിച്ചു എന്നവിടെ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 3:1 പത്രോസും യോഹന്നാനും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാനാണ് അവർ ആലയത്തിലേക്ക് പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 4:23 മുതൽ 31 വരെ ശക്തമായ പ്രതികൂലത്തിൻ്റെ നടുവിൽ കോർപ്പറേറ്റായിട്ട് വന്ന് എഗെയിൻ ദേ ആർ ഇൻ പ്രയർ. അപ്പോസ്തല പ്രവൃത്തി 6 ഇന്നലെ നമ്മൾ കണ്ടതാണ്. 4 മുതൽ 6 വരെ സഭയിൽ അല്പം പ്രോബ്ലം ഉണ്ടായപ്പോൾ നേതൃത്വം പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. See, they understood what is prayer. ഒരിക്കൽ ഉറങ്ങിയ ആളുകൾ ആത്മാവ് അവരിൽ വന്നപ്പോൾ ശക്തമായ മാറ്റമുണ്ടായി. They became men and women of prayer. Praise the Lord. ആത്മാവിൽ വരുത്തിയ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോസ്തല പ്രവൃത്തി 7:59-60 കല്ല് എറിഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന സ്തേഫാനോസും ഈസ് നീലിംഗ് ഡൗൺ ആൻഡ് പ്രേയിങ്. അതുപോലെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യം, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യവും 7-ാം വാക്യം കൂടെ പത്രോസിനെ ജയിലിൽ പിടിച്ചിട്ടേക്കുമ്പോൾ യെരുശലേം ചർച്ച് എന്ത് ചെയ്തു? അധികാരികളെ എല്ലാം കണ്ട് ഒപ്പെല്ലാം കൂടി ഇട്ടുകൊണ്ട് ഞങ്ങളുടെ ഒരാളാണെന്നും പറഞ്ഞല്ല, they were praying people. കാരാഗ്രഹത്തിൽ കിടക്കുന്നയാളിന് ദൂതൻ ഇറങ്ങി പത്രോസിനെ വിടുവിക്കുന്ന സംഭവങ്ങൾ നമ്മൾ അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. അപ്പം ഹോളി സ്പിരിറ്റ് അകത്ത് വരുമ്പോൾ നമ്മുടെ ആത്മാവിലാണ് പരിശുദ്ധാത്മാവാം ദൈവം വരുന്നത്. അകത്തെ മനുഷ്യന് ആത്മീക ശക്തി പകരുകയാണ്. ഇനി നമ്മുടെ ലൈഫിനെ അസസ് ചെയ്ത് നോക്ക്. നമുക്കിവിടെ ജോലിയുണ്ട്, ഒത്തിരി ഉണ്ട്, ക്ഷീണമുണ്ട്, മയക്കമുണ്ട്. കോംപ്രമൈസ് അല്ലേ ഇവിടെ? പ്രയറാ. അപ്പം കയ്യടിയുണ്ട്, ഡ്രമ്മടിയുണ്ട്, ചേഞ്ച് വല്ലതും വന്നോ? ഓക്കെ, അവിടെ നിൽക്കുന്നില്ല, മുന്നോട്ട് പോകാം. സെക്കൻഡ് ചേഞ്ച്. ഒത്തിരി ചേഞ്ചസ് ഉണ്ട്.
ബട്ട് ഐ ആം ക്വിക്ക്ലി ടെല്ലിങ് യു, ട്രെമെൻഡസ് യൂണിറ്റി അവരുടെ ഇടയിലുണ്ടായി. ഹോളി സ്പിരിറ്റ് കൊണ്ടുവന്നതാണ്. നേരത്തെ അവരുടെ ഉള്ളിലിരിപ്പ് എങ്ങനെയായിരുന്നു? മത്തായി 18 1 മുതൽ 4 വരെയുള്ള വാക്യം. എന്ന 1-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, മത്തായി 18 1, At that time the disciples came to Jesus and asked, Who is the greatest in the kingdom of heaven? ഇതങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു. കർത്താവ് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരു ശിശുവിനെ വിളിച്ച് മുന്നേ വെച്ചിട്ട് ഏറ്റവും ഹമ്പിളായിട്ടുള്ളയാളാണ് ഗ്രേറ്റസ്റ്റ് എന്ന് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷേ ഇതേ വേദഭാഗം മർക്കോസ് 9:33 മുതൽ 34 വരെ, ലൂക്കോസ് 9:46 പരിശോധിച്ചാൽ ഇവരുടെ ഇടയിൽ ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളിൽ വലിയവൻ ആരാണെന്ന്. ജീസസിൻ്റെ കൂടെ നടന്ന് ദൈവരാജ്യത്തിൻ്റെ ഭയങ്കര ടീച്ചിങ്സ് കിട്ടുമ്പോഴും അവരുടെ ഉള്ളിലിരുന്നത് ദൈവരാജ്യം അക്ഷരീക രാജ്യമാണ്, ഞങ്ങളാരാ വലുത്. ആട്ടെ, കർത്താവ് ഇവിടെ ടീച്ചിങ്സ് ഒക്കെ കൊടുത്തു 18-ാം അധ്യായത്തിൽ, മത്തായി 18. പക്ഷേ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ 20-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 21 വരെയും പിന്നെ 24-ാം വാക്യവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ, യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ വന്ന് കർത്താവിനോട് റിക്വസ്റ്റ് ചെയ്യുക, സ്വർഗരാജ്യത്ത് 2 ഇടത്തും വലത്തും 2 പൊസിഷൻ വേണമെന്ന്. അപ്പോൾ 18-ാം അധ്യായത്തിലെ പാഠം മനസ്സിലായോ? അവരുടെ ഇടയിലെ ചിന്തയാ. ആട്ടെ, നമ്മളിപ്പോൾ ഇങ്ങനെ കേൾക്കുന്നു, നമ്മുടെ ഇടയിലെ ചിന്ത എന്തുവാ? ഇത് തന്നെയാ. പക്ഷേ കൈയടിക്കാൻ നമ്മൾ മടുക്കരാണ്. സി, ജെനുവിൻ സ്പിരിറ്റ് മൂവ്മെൻറ്റ് വരുമ്പോൾ വി ബിക്കം യുണൈറ്റഡ്. അപ്പം ആത്മാവിനെ അവർ പ്രാപിക്കുന്നതിന് മുമ്പ് ഈ അനുഭവമായിരുന്നു. ഇനി ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയാം, 20-ാം അധ്യായത്തിലും കർത്താവ് ഒരു പാഠം കൊടുക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ ഏക്കാനല്ല, ശുശ്രൂഷിപ്പാനാ എന്ന് പറഞ്ഞാൽ അതാണ് കിങ്ഡം പ്രിൻസിപ്പിൾ. പക്ഷേ ഇവർക്ക് മനസ്സിലായില്ല. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അന്ത്യ അത്താഴത്തിനിരിക്കുക, മണിക്കൂറുകൾ കഴിഞ്ഞാൽ കർത്താവിനെ ക്രൂശിക്കാൻ പോവുക. അവിടെ വെച്ച് ഇവർ കാലാരുടെയും കഴുകുന്നില്ല. എന്താ കാര്യം? ലൂക്കോസിൻ്റെ സുവിശേഷം 22-24 നമ്മൾ പരിശോധിച്ചാൽ അവരന്നും അന്നേരം മസിൽ പിടിച്ചിട്ട് കർത്താവ് മരിക്കും, അതൊക്കെ ഓക്കെ, നമ്മൾ വലിയവനാരാ? സി, ഈ ചിന്തയായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. എന്നാൽ ഹോളി സ്പിരിറ്റ് അവരിൽ വരുമ്പോൾ, ഇന്ന് സഭയിലുള്ള പ്രശ്നം ഇതാണ്. ആക്ച്വലി വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് പറഞ്ഞൊരു വലിയ കാര്യമാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം. എവിടെയാ? വിച്ച് ചർച്ച് ഈസ് ഡൂയിങ് ദാറ്റ്? വൈ? നമുക്ക് ലാക്ക് ചെയ്യുന്നത് ഈ ആത്മിക ശക്തിയാണ്. ഞാൻ പെന്തക്കോസ്റ്റുകാരോടാണ് അപ്പീൽ ചെയ്യുന്നത്, കം ബാക്ക് ടു ദ വേൾഡ്. ഞാൻ ആദ്യത്തെ ദിവസം തുടങ്ങിയപ്പോൾ പറഞ്ഞത് പെന്തക്കോസ്റ്റലിസം, പെന്തക്കോസ്റ്റൽ അനുഭവം എന്ന് പറയുന്നത് ഇത് മതമോ സഭയോ ഒന്നുമല്ല, പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതത്തിൻ്റെ അനുഭവമാണ്. ലോകത്തിന് ഈ വെളിപ്പാട് കൊടുത്തത് പെന്തക്കോസ്റ്റ് അനുഭവമുള്ളവരാണ്. പക്ഷെ ഇന്ന് വന്ന് കയ്യടിയിൽ മാത്രം ഇത് ഒതുങ്ങി, കാര്യമായ ആത്മപ്രവൃത്തി ഇല്ലാത്തത് കൊണ്ട് മൊത്തം ഭിന്നതയല്ലേ? ആണോ അല്ലയോ? ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏത് സംഘടന എടുത്തു ഇലക്ഷൻ സമയത്ത് അങ്ങോട്ട് ചെന്നാൽ മതി, യോജിപ്പ് കാണണമെങ്കിൽ. അകത്ത് മാറ്റം വരുന്നില്ല. There is no power inside. ശിഷ്യന്മാർക്ക് അങ്ങനെയായിരുന്നു. ഞങ്ങളിൽ വലിയവൻ ആരാണ്? ഇന്നും സഭകളിലതാണ്. എന്നാൽ ആത്മ വന്നു കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോസ്തല പ്രവൃത്തി 2:14 കളിയാക്കുകയാണ് ആളുകൾ. ആത്മപകർച്ച കണ്ട് ആളുകൾ കളിയാക്കി, ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നതിന് നടുവിൽ പത്രോസ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബാക്കി 11 പേര് പീറ്ററിൻ്റെ കൂടെ നിൽക്കുക. ശുശ്രൂഷിക്കുന്ന ആരാണെന്നും വിഷയമല്ല, ഞങ്ങളും ഉപദേശികളോട് നിൽക്കുക. 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഗംഭീര പ്രസംഗം നടത്തി. They were together. ഐക്യത എങ്ങനെ വന്നിത്? ആത്മാവിന് വേണ്ടി ഇരുന്നപ്പോൾ അവർ ഒരുമിച്ച് ഒരു മനസ്സോടെയായിരുന്നത്. ആത്മാ വന്നു കഴിഞ്ഞപ്പോൾ മിനിസ്ട്രി ഐക്യതയിൽ, പ്രാർത്ഥന ഐക്യതയിൽ, എല്ലാം ഐക്യം.
3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം 4-ാം വാക്യം. പത്രോസ്, നിങ്ങൾക്കറിയാമല്ലോ 3-ാം അധ്യായത്തിലൊരു വലിയ അത്ഭുതമാണ്. 40 വയസ്സ് പ്രായമുള്ള പിറവിയിലെ മുടന്തനായ മനുഷ്യനെ അത്ഭുതകരമായി അവർ എഴുന്നേൽപ്പിക്കുകയാണ്. ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പീറ്റർ പറയുന്ന വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. ലുക്ക് അറ്റ് മീ എന്നല്ല. ഇന്നത്തെ എല്ലാവരും നമ്മളാ കേട്ടോ, ഫോക്കസ് എല്ലാം ഇങ്ങോട്ടായിരിക്കണം. അങ്ങനല്ല, ലുക്ക് അറ്റ് അസ്. വ്യക്തിയല്ല ഇവിടെ പ്രധാനപ്പെട്ട, ടീമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായി. ഇതെന്താ? ദ സ്പിരിറ്റ് ഹാസ് കം. പരിശുദ്ധാത്മാവ് ഭിന്നിപ്പിക്കുന്നവനല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ യോജിപ്പിക്കുന്നവനാണ്. ഇത് ഏജിക്കാർ IPC കാണാനൊക്കത്തില്ല, IPCക്കാർ ഷാരോനെ കാണാനൊക്കത്തില്ല, ഷാരൂഖ് ഖാൻ വേറെ ഇൻഡിപെൻഡൻറ്റ് നമുക്ക് ആ സഹിച്ചുകൂടാ. വാട്ട് ഈസ് ദിസ്? നമുക്കെന്തു പറ്റി സഹോദരങ്ങളെ? നമ്മൾ റിയലാക്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആർക്കും ആത്മജ്ഞാനം ഇല്ല എന്ന് സ്ഥാപിക്കൊന്നുമല്ല. ആത്മാവിനെ പ്രാപിച്ചിട്ടുള്ളവരും ജഡസ്വഭാവത്തെ കീഴ്പ്പെടുത്താതിരിക്കുകയാണ്. ആത്മാവിന് വിധേയപ്പെടുന്നില്ലവർ. അപ്പോട്ടെ, ഞാനിങ്ങനെ സംഘടനകളുടെ പേര് പറഞ്ഞു. ഏജ് മാത്രം അങ്ങട് നമുക്കൊക്കെ 2 ഏജ് തമ്മിലൊന്ന് കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം അന്നേരം വരെ ആരായിരിക്കും ലീഡ് ചെയ്യുന്നത്? അതാണ് പ്രശ്നം. പക്ഷേ ഞങ്ങളുടെ ബ്രദറെ കറതീർന്ന ഉപദേശമാകട്ടോ. എന്ത് ഗുണമുണ്ടായി? ഈ ഉപദേശം അനുസരിച്ച് നമുക്ക് ലൈഫില്ലല്ലോ. ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിലൂടെ when the mighty Holy Spirit comes to reside in us, നമ്മൾ ആള് മാറുകയാണ്. ആ മാറ്റം നമ്മളിൽ സംഭവിക്കണം. ഒത്തിരി പറയാനുണ്ട്. അപ്പോസ്തലപ്രവൃത്തി ഈ 3-ാം അധ്യായത്തിൽ തന്നെ 8-11 വാക്യങ്ങളിൽ ആ സൗഖ്യമായ ആ യാചകൻ, ആ ബെഗർ, അവരുടെ കൂടെ പോയി. ആൻഡ് he held on to them. അങ്ങനെയല്ലേ? അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ. അല്ലാതെ പത്രോസാ കേട്ടോ, കൈപോക്കി പത്രോസാ എന്നോട്, ഞാൻ പീറ്ററിൻ്റെ ആളാണ്. നോ, എല്ലായിടത്തും ഐക്യതയിലായി, മിനിസ്ട്രി ഐക്യതയിലായി. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ന്യായമായിട്ട് ഇതൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ്, ഇത് ഞങ്ങളുടെ ചർച്ചിൽ യാഥാർത്ഥ്യമാകണം. അനൈക്യത ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയല്ല. വി ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ദൈവസഭയിലുള്ളവരോട് പറയാം, ഈ ദോഹ ഏജിയിലുള്ളവർ, അനൈക്യതയുടെ വിത്ത് പാകുകയും ആ നിലയിലുള്ള SMS അയക്കുകയും ആ നിലയിലുള്ള ഫോൺ കോൾ വരുമ്പോൾ ആ സമയത്ത് തന്നെ കട്ട് ചെയ്യണം. സഹോദര, ഞാൻ അതിനല്ല സഭയിൽ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 3:12 നിങ്ങൾ നോക്കി. പുരുഷാരത്തോട് എന്താ പൗലോസ് ചോദിക്കുന്നത്? അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ, അല്ലാതെ ആക്ച്വലി കൈയൊക്കെ കൊടുത്ത് പൊക്കിയതാരാ? പത്രോസാ. ബ്രദറെ, ഞാൻ ഉപവസിച്ചിരുന്ന കേട്ടോ. നോ, ഞങ്ങളുടെ. ദേ ആർ വൺ. സ്തോത്രം. ഞങ്ങളിൽ വലിയവരാരാണെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ നിലയിൽ ഇരുന്നവർ ഭയങ്കര ഐക്യതയിലായി. ഇറ്റ്സ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവരിൽ വന്ന മാറ്റം നമ്മളിൽ വരണം. ആ ആത്മാവിനെയാണ് നമ്മളിൽ കിട്ടിയിരിക്കുന്നത്. ആ മാറ്റം നമ്മുടെ അകത്തുണ്ടാകണം. ആമേൻ. സ്തോത്രം. ഇനി അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം 7-ാം വാക്യം വായിക്കുമ്പോൾ, പത്രോസും യോഹന്നാനും ഇരുവരെയും യഹൂദ മത നേതൃത്വം അവരെ പീഡിപ്പിക്കുകയും ആ നിലയിൽ ഒക്കെ ശ്രമിക്കുമ്പോൾ അവർ ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ആ സഫറിങ്സ് ഒക്കെ സഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്നിട്ട് 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ
വളരെ ശക്തമായി ഇരുവരും ചേർന്ന് ഭീഷണികളെ നേരിടുന്നതായിട്ട് കാണാൻ കഴിയും. ഭയങ്കര ഐക്യതയാണ്. അതുപോലെ 4:24 ആ വാക്യം ഒന്ന് വായിക്കാം. 4:24 അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നതും മതി. അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. ഭയങ്കര ഐക്യത. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നു. കഷ്ടം വരുമ്പോൾ ഒരുമിച്ച് അവർ അതിനെ നേരിടുന്നു. എൻറ്റയർലി ആൾ മാറി. ദാറ്റ്സ് വാട്ട് ദ ഹോളി സ്പിരിറ്റ് ക്യാൻ ഡു. മൂന്നാമത് പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോവുക. ഇതൊക്കെ ഒത്തിരി നിന്ന് ഓരോ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഐ എം ജസ്റ്റ് ഗിവിങ് യു ക്വിക്ക്ലി ടുഡേ. അവരുടെ ഇടയിലെ ആത്മപ്രവൃത്തിയിൽ സഹവിശ്വാസികളോടുള്ള അപാര കരുണ വെളിപ്പെട്ടു. കൊടുക്കാനുള്ള ഭയങ്കര കൃപ. അപ്പോൾ ആത്മാവിന് മുൻപോ, ആത്മാവ് വരുന്നതിന് മുമ്പോ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യം. മത്തായി 19:27 വാക്യം. പരിശുദ്ധാത്മാവ് വരുന്നതിന് ഞങ്ങൾക്ക് എന്ത് കിട്ടും? ആ കോണ്ടെക്സ്റ്റ് എന്താണെന്നറിയാമോ? ഒരു ഭയങ്കര പണക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് നിത്യജീവൻ ചോദിച്ചു. കർത്താവ് ആദ്യം കൽപ്പനകളൊക്കെ അനുസരിക്കാൻ പറഞ്ഞ് ഏറ്റവും അവസാനം അവനോട് പറഞ്ഞു, ഓക്കെ, നിനക്ക് നിത്യജീവനല്ലേ വേണ്ടത്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, ഞാൻ നിനക്ക് നിത്യജീവൻ, വാ എൻ്റെ പുറകെ വാ. വളരെ സങ്കടത്തോടെ അവൻ പോയി. ആ കോണ്ടെക്സ്റ്റിൽ പത്രോസ് ചോദിക്കും, ഓക്കെ, ഞങ്ങൾ വിറ്റല്ലേ ഇറങ്ങിയത്, ഞങ്ങനെ കിട്ടും? ആത്മാവ് വന്നപ്പോഴോ? ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അൺകംഫർട്ടബിളായിട്ട് തോന്നുന്നു. അപ്പോസ്തലർ പ്രവൃത്തി 4-ാം അധ്യായം 32-ാം വാക്യം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. 32 വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു എന്ന് പറഞ്ഞാൽ ദേ സ്റ്റാർട്ടഡ് ഷെയറിങ്. അത് 34 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിച്ചേ. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ ഇത്? നമ്മൾ ചിന്തിക്കുന്ന ആത്മപ്രവൃത്തി ശബ്ദത്തിൽ ഒതുങ്ങി. അവരുടെ മേൽ ആത്മാവ് വന്നപ്പോൾ അവർ ട്രാൻസ്ഫോംഡായി. നമ്മൾ ഇന്നിപ്പോൾ നല്ല മ്യൂസിക് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മളിന്ന് ഭയങ്കരമായിട്ട് ഒച്ചപ്പെടുന്ന വെച്ചാൽ അവിടുത്തെ ചർച്ചക്കാരെല്ലാം ഇവിടെ വരികയാണ്. ഇന്ന് ഭയങ്കര ഉണർവ്. അപ്പോൾ വി ആർ ഹാപ്പി, സ്തോത്രം. പക്ഷേ പണക്കൊതിയൻ തന്നെ, അധികാരമോഹി അതുതന്നെ, അകത്ത് യാതൊരു മാറ്റവുമില്ല. ഇറങ്ങുമ്പോഴായിരിക്കും വേണ്ട കുരുവള്ളയുടെ കാര്യം നീ നോക്കിക്കോണേ, അവൻ വന്ന് ആ മുന്നത്തെ സീറ്റിലായിരുന്നു കേട്ടോ, അതുകൊണ്ട്. പക്ഷെ നമ്മൾ ചാടി, നമ്മൾ കൈയൊക്കെ വീശി, എല്ലാം ഉണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മനസ്സിലാകുന്നതുകൊണ്ടാണോ ഒന്നും പറയാത്തത്? സ്തോത്രം. നമ്മൾ ജെനുവിനായിട്ട് ഈ കാര്യം ചിന്തിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവഹിതമെങ്കിൽ നാളെ ഞാൻ പോകുക. ബട്ട് യു ഗോട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ഇത് വെച്ച് പ്രാർത്ഥിക്കും, കർത്താവേ, ഐ നീഡ് ദ പ്രസൻസ് ആൻഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒരു ജീവിതം, ജയകരമായ ജീവിതം, അപ്പോസ്തലന്മാരുടെ ലൈഫിനെ മാറ്റിമറിച്ചതുപോലെ എൻ്റെ ലൈഫിനെ മാറ്റണം. സ്തോത്രം. ഞാൻ വേറെ ഒത്തിരി റെഫറൻസുകളൊക്കെ ഉണ്ട്, അതെല്ലാം വിട്ടിട്ട് 4-മത്തെ കാര്യം, ട്രെമൻഡസ് ബോൾഡ്നെസ് ഇൻ പ്രീച്ചിങ്. ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള അപാര പ്രാഗൽഭ്യം. ക്രിസ്തുവിനെ എതിരാളികളുടെ മുൻപിലും ഏത് സാഹചര്യത്തിലും പ്രസൻറ്റ് ചെയ്യാനുള്ള ആത്മധൈര്യം. അപ്പം നേരത്തെയോ ആത്മാവ് വരുന്നതിന് മുമ്പോ? ഞാൻ നിങ്ങളെ കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 26:56, മർക്കോസ് 14:50. വേദപുസ്തകം പറയുന്നത് എല്ലാ ശിഷ്യന്മാരും പ്രതികൂലത്തിൽ കർത്താവിനെ വിട്ട് ഓടിപ്പോയി.
They were afraid. എല്ലാവരും ഓടി വരാം. ഇനി മത്തായി 26:69 മുതൽ 75 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറയുന്ന വിഷയം നിങ്ങളൊന്ന് പഠിച്ചാൽ, ആദ്യം തള്ളിപ്പറഞ്ഞു, രണ്ടാമത് ആണയിട്ട് പറഞ്ഞു, മൂന്നാമത് ആണയിടുകയും ചെയ്തു, പുരാകുകയും ചെയ്തു. തന്നെത്താൻ നീയും നസ്രയത്തുകാരൻ യേശുവിന് എന്തോ ഈ പറയുന്നേ? ആരാ? എന്നോടോ? പേടിച്ചു പോയതാ. ആത്മാവ് വരുന്നതിന് മുമ്പ് കാര്യമെല്ലാം അറിയാം. യേശു ജീസസ് ഈസ് ദ ക്രൈസ്റ്റ് എന്നുള്ള വെളിപ്പാടൊക്കെ പറഞ്ഞതാ. പക്ഷെ പ്രതികൂലത്തിന് നടുവിൽ നിൽക്കാനുള്ള അകത്ത് പവറില്ല. ആത്മാവ് വന്നു കഴിഞ്ഞിട്ടോ, അപ്പോസ്തലർ പ്രവൃത്തി 2:14 മുതൽ 36 വരെ ഞാൻ മുമ്പേ കോട്ട് ചെയ്തു. ആദ്യത്തെ പ്രസംഗമാണ്. ആ പ്രസംഗം ആരുടെ മുൻപിലാണെന്നറിയാമോ? നാട്ടിലെല്ലാവർക്കും അറിയാം ജീസസ് ഓഫ് നാസറത്ത് വാസ് ക്രൂസിഫൈഡ്. അതിനൊക്കെ ഓക്കെ വെച്ച ജൂവിഷ് മത അനുസാരികളുടെ മുൻപിലാണ് നിങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചതെന്ന് പീറ്റർ ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞത്. ഈ ബോൾഡ്നെസ് പീറ്ററിന് എവിടെ കിട്ടി? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പീറ്റർ 3 വട്ടം കർത്താവിനെ തള്ളി പറഞ്ഞവനാണ്. ഈ ധൈര്യം, ഈ പവർ എവിടുന്ന? ദാറ്റ്സ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒത്തിരി പേര് ചിന്തിക്കുന്ന പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഭയങ്കര എനിക്ക് നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അങ്ങനെ അകത്തുണ്ടോ ഇത്? അതുപോലെ തന്നെയാണ് അപ്പോസ്തലർ പ്രവൃത്തി 3-ാം അധ്യായം. അത് പീറ്ററിൻ്റെ 2ാമത്തെ പ്രസംഗമാണ്. 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഈ 2 പ്രസംഗത്തിലും പ്രധാന ദൂത് എന്താണെന്നറിയാമോ? ഈ യഹൂദന്മാരുടെ, ഈ പാരമ്പര്യക്കാരുടെ, യു റിപ്പന്റ് ഓഫ് യുവർ സിൻസ്. എന്തൊരു ധൈര്യം ഇത്! അന്ന് ഇങ്ങനെ പറയുമ്പോൾ ഓർത്തോണം, കൊന്നുകളയാൻ വേണേ പീറ്ററിനെ. ഒരു പേടിയില്ല. നമ്മൾ അത്ഭുതപ്പെടും, ഈ മനുഷ്യനാണോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവിനെ തള്ളി പറഞ്ഞതെന്ന്. പരിശുദ്ധാത്മാവിനത് ചെയ്യാൻ കഴിയും. സീ ദ ട്രാൻസ്ഫർമേഷൻ. കണ്ടോ, ആൾ മാറിയവരാകുകയാണ്. അവരുടെ അകത്ത് ഭയങ്കര ശക്തി വ്യാപരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും. തീർച്ചയായിട്ടും ആത്മവരങ്ങൾ പരിശുദ്ധാത്മാവിലാണ്. രോഗസൗഖ്യം പരിശുദ്ധാത്മാവിലാണ്. അപ്പോസ്തലർ പ്രവൃത്തി 4:12. എന്താ 4:12? അവരെ ത്രട്ടൻ ചെയ്യുന്നവരുടെ നടുവിൽ എന്നാ ബ്രദറെ ഞാൻ ശരിയാ, ഓ അങ്ങനെയല്ലേ, എന്നാ പിന്നെ ഓക്കെ. അങ്ങനല്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. വാട്ട് പവർ ഈസ് ദാറ്റ്? ദാറ്റ്സ് ദ ഹോളി സ്പിരിറ്റ് പവർ. പ്രൈസ് ദ ലോർഡ്. നിങ്ങളായിരിക്കുന്ന ക്യാമ്പിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ, നിങ്ങളുടെ കമ്പനിയിൽ കർത്താവിന് വേണ്ടി നിൽക്കാൻ, പരിഹസിക്കുന്നവരുടെ നടുവിൽ നിൽക്കാൻ, മറ്റ് മതത്തിൽ നിന്ന് വന്നവർ, മറ്റ് പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവർ, നിങ്ങളുടെ സ്വന്തക്കാർ, ബന്ധുക്കാരുടെ നടുവിൽ കോംപ്രമൈസ് ചെയ്ത് ചൂടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവവചന അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നെങ്കിൽ കാര്യം പറയാൻ കഴിയും. ഞാൻ പുരോഹിതന്മാരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയം എനിക്കില്ല. അങ്ങനെ ഒരു പുരോഹിതൻ സ്നാനപ്പെടുകയും ചെയ്തു. We need God's power. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തി ഇല്ലെങ്കിൽ, 1 അകത്ത് ബോൾഡ്നെസ് ഇല്ല, 2 ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പറയുന്ന കാര്യങ്ങൾ കൺവിക്ഷൻ ആളിന് വരത്തില്ല. ഒത്തിരി ഇനിയുണ്ട്. അതെല്ലാം ഞാൻ വിടുകയാണ്. 5-ാം അധ്യായം 29-ാം വാക്യം, അതിൽ അപ്പോസ്തലർ പ്രവൃത്തി 4:29 മുതൽ 31 വരെ. അവിടെ അവർ പ്രാർത്ഥിച്ചത് തന്നെ, പ്രതികൂലത്തിൻ്റെ അവിടെ പ്രാർത്ഥിക്കുന്നത് തന്നെ, ഞങ്ങൾക്ക് വചനം പറയാനുള്ള ബോൾഡ്നെസ് തരണമേ. അവരുടെ മേൽ ആത്മപകർച്ച ഉണ്ടായി. അവർ ശക്തിയോടെ പിന്നെയും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചു എന്നാണ് ആ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. സ്തോത്രം.
അഞ്ചാമത്തെ കാര്യം അതോട് പറഞ്ഞ് ഞാൻ നിർത്താം, അതൊരു ഇച്ചിരി സമയം എടുക്കണം. ദ ലീഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ പോയാൽ കാര്യസ്ഥനാം പരിശുദ്ധാത്മാവിനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിപ്പാൻ തരും. ആത്മാവ് വന്നിരിക്കുന്നു. കർത്താവ് വഴി നടത്തിയതുപോലെ ആത്മാവായിപ്പോൾ അവരെ നടത്തുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെട്ട് ആത്മനിറവുള്ളവർ ദേ ഹാവ് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഞാൻ ചില ഇൻസ്റ്റൻസുകൾ നിങ്ങളെ കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. പരിശുദ്ധാത്മാവ് അവർക്ക് എത്ര റിയലായിരുന്നു സഹോദരങ്ങളെ. നിങ്ങളൊന്ന് നോക്കിയേ. ഇങ്ങോട്ട് ഇപ്പം നമ്മുടെ ഇടയിൽ പറയാം, നല്ല പരിശുദ്ധാത്മാവ് നല്ല ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആരാധനയിൽ എന്തോ അനുഭവങ്ങൾ നമുക്ക്. ഇവർക്ക് അങ്ങനെയല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്. ആത്മാവ് ഒരു വ്യക്തി എന്ന നിലയിൽ റിയലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 29-ാം വാക്യം നിങ്ങൾ ഒന്ന് നോക്കിക്കേ. അവിടെയും നിങ്ങൾക്കറിയാവുന്നൊരു വിഷയമാണ്. ഫിലിപ്പോസിനെ പ്രത്യേക നിലയിൽ ഒരു ദൂതൻ പറഞ്ഞിട്ട് നിർജ്ജന പ്രദേശത്തേക്ക് പോയി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഷണ്ണനെ മീറ്റ് ചെയ്യുന്ന ആ ഒരു വിഷയമാണ്. 29-ൽ എഴുതിയിരിക്കുന്ന, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ആത്മാവ് പറഞ്ഞു. ദൂതൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ ആത്മാ പറയാം, വേണ്ട, വണ്ടിയോട് ആ തേരിനോട് ചേർന്ന് നടക്കാൻ. അപ്പോൾ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് ചേർന്ന് നടന്നപ്പോഴാണ് അദ്ദേഹം യെശയ്യാ പ്രവചനം വായിക്കുന്നത് കേട്ടത്. വായിക്കുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞ ആരെങ്കിലും പറഞ്ഞു തരാതെ ഞാൻ എങ്ങനെ മനസ്സിലാകുന്നത്? ഇൻവൈറ്റ് ചെയ്തു, അകത്ത് കയറി, തേരിനകത്തിരുന്നു, കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? തന്നെക്കുറിച്ച് തന്നെയാണോ വേറൊരാളെക്കുറിച്ചാണോ? ആ വചനം ആധാരമാക്കിക്കൊണ്ട് സുവിശേഷം പറഞ്ഞു. ആത്മപൂർണനായ ഫിലിപ്പ് വാസ് ട്യൂൺഡ് ടു ഹിയർ ദ സ്പിരിറ്റ്. അല്ലാതെ വരുന്ന വാക്കിന് ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ ആത്മാവിൻ്റെ ഫുൾനെസ്സിലേക്ക് നടത്തപ്പെടുമ്പോൾ നമ്മെ ഗൈഡ് ചെയ്യേണ്ടത് ഹോളി സ്പിരിറ്റാണ്, ലീഡ് ചെയ്യേണ്ടത് ഹോളി സ്പിരിറ്റാണ്, സഭയെ ലീഡ് ചെയ്യേണ്ടത് ഹോളി സ്പിരിറ്റാണ്, അല്ലാതെ കമ്മിറ്റി അല്ല. We have messed up the things. Praise the Lord. അങ്ങനെ ലീഡിങ് നിന്നാലുണ്ടല്ലോ റിസൾട്ട് ഉണ്ടായി. മന്ത്രി സാറിനെ സ്നാനപ്പെടുത്തി. അതിനകത്തെല്ലാം ഉണ്ട്. ബോൾഡ്നെസ് ഉണ്ട്, അതിനകത്ത് കൺവിക്റ്റിംഗ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആത്മാവ് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയി മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു. ലെറ്റ് മീ മൂവ് ഓൺ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 43 വാക്യം. 43 എന്ന് ഞാൻ പറയുമ്പോൾ 32 മുതൽ 43 വരെയുള്ള വേദഭാഗത്തിൽ നിന്നുകൊണ്ടാണ് 43 നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 43-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, പിന്നെ അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. ആര്? പീറ്റർ. അപ്പം 32 മുതൽ വായിക്കുമ്പോൾ 2 അപാര അത്ഭുതങ്ങൾ പീറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ചെന്ന് ഒരു ലെതർ വർക്ക്സ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ താമസിക്കുക. എന്തോ അത്ഭുതമാണെന്നറിയാം. ഇന്നത്തെ പോലുള്ള അത്ഭുതമൊന്നുമല്ല. മുട്ടുവേദന മാറിയോ? ആ പരിപാടിയല്ലിത്. ആദ്യത്തെ അത്ഭുതം, എയ്നിയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 8 വർഷം ബെഡ് റിഡനായിരുന്നു, പാരലിറ്റിക് ആൾ എഴുന്നേറ്റു. രണ്ടാമത്തെ അത്ഭുതം, തബീത മരിച്ചുപോയി, ആൾ എഴുന്നേറ്റു. ഇത്ര വലിയ അത്ഭുതം കഴിഞ്ഞാൽ നമ്മുടെ ഇന്നായിരുന്നെങ്കിൽ പിന്നെ എന്താ, പിന്നെ പ്ലെയിനിൽ നിറക്കാൻ നമുക്ക് നേരം കാണുകയില്ല. ഇതേ എന്തിനാ പോയി തോൽക്കൊല്ലനായ ശിമോൻ്റെ അവിടെ ഇരിക്കുന്നത്? ലെതർ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അവിടെ ഇരിക്കുക. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യമാണ്. 10-ാം അധ്യായത്തിൽ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇദ്ദേഹം യോപ്പയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അപ്പർ റൂമിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിവശത പത്രോസിനുണ്ടായി.
ട്രാൻസ് എന്ന വാക്കാണ്. അർത്ഥം ഹോളി സ്പിരിറ്റ് കംപ്ലീറ്റ് നിയന്ത്രണം എടുക്കുന്ന ഒരനുഭവം പീറ്ററിനുണ്ടായി. ആ വിവശതയിൽ അദ്ദേഹം ഒരു വലിയ ദർശനം കാണുകയാണ്. ആ ദർശനത്തെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. ദൈവം ആ ദർശനത്തിലൂടെ യഹൂദനായിരുന്ന പീറ്ററിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ജാതികളിലേക്ക് സുവിശേഷം പോകണം. ജാതികളുടെ ഇടയിൽ സാധാരണ ഒരു യഹൂദൻ പോകില്ല. പോകാനുള്ള ഒരുക്കം നടക്കുകയാണ്. അതിന് ഉള്ള നിയോഗം പീറ്ററിന് കൊടുക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിനെ പെട്ടെന്ന് ഇത് അങ്ങോട്ട് ആദ്യം ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ല. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 17-ാം വാക്യം മുതലൊന്ന് വായിക്കാമോ? ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശിമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. കൊർന്നല്യോസിന് ദൂതനിറങ്ങി നിർദ്ദേശം കൊടുത്ത അനുസരിച്ച് അദ്ദേഹത്തിന് അവിടെ നിന്നും ആള് വന്നിരിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. പത്രോസ് എന്ന് മറുപേരുള്ള ശിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. ടോപ്പ് ഫ്ലോറിൽ ഇരിക്കുന്ന ആളിനോട് പറയാ, 3 പേര് താഴെ വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിച്ച്, നീ അവരോട് പൊക്കോ, ഞാൻ അയച്ചതാണ്. ആത്മാവ് സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ അവർ നടത്തപ്പെട്ടത്. ഇതാണ് ആത്മസ്നാനത്തിലൂടെ ആത്മാവ് നമ്മളിൽ സജീവമായി പ്രവർത്തിച്ച് നമ്മൾ ആത്മാവിനെ ഏൽപ്പിക്കുമ്പോൾ യു ആർ ഗൈഡഡ് ബൈ ഗോഡ് സ്പിരിറ്റ്. യു കാനോട്ട് മേക്ക് എ മിസ്റ്റേക്ക്. അയ്യോ, ഈ അനുഭവം വേണ്ടേ? ഇതാണ് ഞാൻ ആദ്യത്തെ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ചില സമുദായ പശ്ചാത്തലങ്ങളിൽ ചിലർ ആത്മാവിനെ പ്രത്യേക നിലയിൽ ഒതുക്കി. നമ്മളായിരുന്നു ഈ വെളിപ്പാടുകൾ എല്ലാം ലോകത്തിന് കൊടുക്കേണ്ടത്. നമ്മൾ വന്നപ്പോൾ കയ്യടിയിൽ ഒതുക്കി. പിന്നെ 1-2 വാക്ക് അന്യഭാഷയൊക്കെ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ആത്മാവ് വന്നിരിക്കുന്നത്? ഞാൻ കുറച്ച് കാര്യം മാത്രമാണ് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനിടയ്ക്ക് ബാക്കി പറയുന്നതിന് മുമ്പ് കയറിയൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ ഞാൻ ഓർത്തു, ആത്മാവ് വന്നപ്പോൾ ഇവരുടെ വിവേചനപരം അപാരമായി. മറ്റേത് 12 പേരിൽ ഒരുത്തൻ യൂദാസ്, ഇവൻ വലിയ കള്ളനാണെന്ന് ഇവർക്കാർക്കും അറിയത്തില്ലായിരുന്നു. ജീസസിന് അറിയായിരുന്നു, പീറ്ററിന് അറിയത്തില്ല. പീറ്റർ അറിഞ്ഞായിരുന്നെങ്കിൽ ശരിയാക്കുകയും ചെയ്തിന്. അവസാന നിമിഷത്തിൽ മൽക്കോസിന്റെ വരെ കാതിറക്കാൻ കടാരിയെടുത്ത മനുഷ്യനാണ് പീറ്റർ. അപ്പൊ ജൂഡസിന്റെ അഭിനയമാ. അയ്യോ, ഇങ്ങനെ പലരും സഭയിലുണ്ട്, ഈ പുള്ളി നമുക്കറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ പരിശുദ്ധാത്മാവ് വന്ന അനന്യാസും സഫീറയും പരിപാടി നടന്നില്ല. സ്തോത്രം. ക്ലിയർ കട്ടായിട്ട് ചോദിക്കുകയാണ്, യു ലൈറ്റ് ടു ദ ഹോളി സ്പിരിറ്റ്. ആത്മാവുണ്ടെങ്കിൽ ഡിസേൺമെന്റ് വേണ്ടേ? ആത്മാവുണ്ടെങ്കിൽ നടത്തിപ്പ് വേണ്ടേ? കണ്ടോ, ജോപ്പയിൽ നിൽക്കുക, എന്താ ഗൈഡൻസ് ഇല്ല ബ്രദറെ പോകാൻ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഗൈഡൻസ് ഇല്ല. അപ്പോഴാണ് ഒരു വിവശത വന്ന് കാര്യങ്ങളൊക്കെ സൂപ്പർ നാച്ചുറലായിട്ട് അറേഞ്ച് ചെയ്യുക. കൊർന്നല്യോസിൻ്റെ അവിടെ നിന്ന് ആൾ വന്നു. 3 ഇത് കൃത്യമായിട്ടല്ലേ? ചില ഇന്ന് 1-2 അങ്ങനെയുള്ള മേഴ്സി ഇവിടെ ഉണ്ടോ? അങ്ങനെയൊന്നും അല്ല. ഇവിടെ 3 പേര് വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിച്ച, നീ അവരോട് പോ, ഞാൻ അയച്ചതാണ്. അതിനകത്ത് നോ മിസ്റ്റേക്ക്. അപ്പം ഞാനിത് ചിന്തിക്കുമ്പോൾ പീറ്റർ ജോപ്പയിൽ പാർക്കുന്നത് നാഥൻ അറിയാം, അഡ്രസ് അറിയാം. കൊർന്നല്യോസിനോട് പറഞ്ഞു, എൻ്റെ ദാസൻ ഇവിടെ ഉണ്ട്, ദൂതനിറങ്ങിയ അനുഭവമൊക്കെ ഉണ്ട്, പക്ഷേ നീ രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ ദാസനെ വിളിച്ച് സുവിശേഷം കേൾക്കണം. അപ്പം ആത്മാവിന് വിധേയപ്പെട്ടു. നിങ്ങൾക്കറിയാം ബാക്കി എന്താ നടന്നതെന്ന്. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്, സുവിശേഷം പറഞ്ഞു. ആത്മാവ് അയച്ചതുകൊണ്ട് ആത്മാവ് കൺഫേം ചെയ്തു. കേൾവിക്കാർ യേശുവിൽ വിശ്വസിച്ചു, അവരെല്ലാം ആത്മാവിൽ നിറഞ്ഞു, അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ സ്തുതിച്ചു. പീറ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ പറയും, അയ്യോ നമുക്ക് കിട്ടിയ പോലെ അന്യഭാഷ കണ്ട് ഇവർക്കും കിട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ സംഭവിച്ചതെന്നറിയാമോ? സഭാ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം എഴുതപ്പെടുകയാണ്. ജാതികളുടെ
അടുക്കലേക്ക് സുവിശേഷം പോകുകയാണ്. പാരമ്പര്യത്തെ ആത്മനിറവിനും ആത്മനടത്തിപ്പിനും ഏൽപ്പിക്കപ്പെട്ട പീറ്റർ ലംഘിച്ചു പാരമ്പര്യത്തെ. എന്നിട്ട് ജാതികളുടെ ഇടയിൽ സുവിശേഷവുമായിട്ട് കടന്നുപോയി. ഹിസ്റ്ററിയുടെ പാർട്ടായി മാറി. വൈ? ബിക്കോസ് ഹി ഒബെയ്ഡ് ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് വാസ് റിയൽ. അതാണ് പെന്തിക്കോസ്. അല്ലാതെ പെന്തിക്കോസൊന്നുമല്ല. നമുക്ക് ഏതെങ്കിലും പെന്തിക്കോസിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് പെന്തിക്കോസ് ആയത് എന്നും കണ്ടിരിക്കുകയല്ല. പെന്തിക്കോസില്ല. ഇവിടെ പെന്തിക്കോസില്ല. വാട്ട് പെന്തിക്കോസ്? Don't fool yourself. Don't deceive yourself. പരിശുദ്ധാത്മാവിന് വേണ്ടി ദൈവസന്നിധിയിൽ കരയണം. കർത്താവേ, ഇങ്ങനൊരു അനുഭവം എനിക്ക് വേണം, ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് വേണം. We must be controlled by the Holy Spirit. വ്യക്തിപരമായി നമ്മുടെ ഡിസിഷൻസ്, കുടുംബത്തിൻ്റെ ഡിസിഷൻസ്, സഭയുടെ കംപ്ലീറ്റ്ലി ബൈ ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ വിശ്വസിക്കുമോ? ഇവരുടെ കോൺഫറൻസിൽ ഹോളി സ്പിരിറ്റാണ് കാര്യങ്ങളിൽ മുൻകൈ എടുക്കുന്നത്. യെരുശലേം കൗൺസിലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലാണ് ഒരു വളരെ ഗൗരവമേറിയ കാര്യം ഡിസ്കസ് ചെയ്യാനായി സഭാ നേതൃത്വം മുഴുവൻ വന്നിട്ടുണ്ട്. പീറ്ററുണ്ട്, പോളുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. യാക്കോബ് ചെയർമാനായിട്ടിരിക്കുക. യാക്കോബ് അവസാനം ഒരു കാര്യം എഴുതുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളെ 15-ാം അധ്യായം എടുത്ത് 15-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം, 15-ന്റെ 28. ആ ആ എന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നുന്നു. കോൺഫറൻസിൽ നിയന്ത്രിക്കുന്ന ആരാ? നമ്മൾ വീണുപോയി സഹോദരങ്ങളെ. ഇത് പറയാൻ ആർക്കും മടിയാണ് എല്ലാവർക്കും. നിങ്ങളുടെ കമ്മിറ്റിയിൽ നിയന്ത്രിക്കുന്ന ഹോളി സ്പിരിറ്റ് ആണോ? നമ്മുടെ കോൺഫറൻസുകൾ നിയന്ത്രിക്കുന്ന ഹോളി സ്പിരിറ്റ് ആണോ? എന്നിട്ട് യു ആർ സെയിങ് യു ആർ പെന്തക്കോസ്റ്റ്? മടങ്ങിവ, മാനസാന്തരപ്പെട്ട് മടങ്ങിവ. അപ്പോസ്തല പ്രവൃത്തികൾ, ഞാൻ ആ ലീഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ തന്നെ നിൽക്കാം. അതിന് ഇടയ്ക്ക് കയറി പറയുന്ന കാര്യങ്ങളായത് ഡിസേൺമെൻറ്റിനെ കുറിച്ചും കോൺഫറൻസിനെ കുറിച്ചും ഈവൻ മിഷൻസിന് അയക്കുന്ന ആരാണ്? അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 2-ാം വാക്യം 4-ാം വാക്യം. നമ്മൾ ഭയങ്കര മിസ്സിംഗ് ആണ് ചെയ്തത്. നമ്മൾ പറയുന്നു പാട്ട് പാടുക, നമുക്കൊരു എക്സ്റ്റസിയിലാകുക. പ്രൈസ് ദ ലോർഡ്. ഇതുപോലെ ഒരു ഉപവാസം നടക്കുക ആന്റിയോക്ക് ചർച്ചിൽ. 13-ാം അധ്യായം 2-ാം വാക്യം വായില്ലേ? ആ, ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും ആ അപ്പം ഉപവസിച്ചിരിക്കുമ്പോൾ എന്ത് കേൾക്കാം? നമ്മൾ ഉപവസിച്ചിരിക്കുമ്പം നമ്മളിങ്ങനെ ഓരോ ഗസ്റ്റുകളൊക്കെ വിളിച്ചിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറയുക, യു ഗോ. നമുക്ക് കിട്ടും, പോടാ പോ, നല്ല നല്ല കാര്യം നമ്മളെക്കുറിച്ച് പറയണം. പ്രൈസല്ലോ. അപ്പോൾ ആത്മാവ് നിങ്ങളോട് നേരിട്ട് സംസാരിക്കില്ലേ? ചർച്ചിലുള്ളവരിയ്ക്കുമ്പോൾ അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, ഫാസ്റ്റ് ചെയ്യുക. ആത്മാവ് പറയാണ് ബർന്നബാസിനെയും സോളിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കാണെന്ന് പറഞ്ഞാൽ ഓൾറെഡി അവരോട് ഇരുവരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഇന്ന വേലയ്ക്ക് കണ്ടിരിക്കുകയാണ്. അത് സഭാ നേതൃത്വത്തോട്ട് ഇപ്പോൾ ആത്മാവ് പറയുകയാണ്. അതിനകത്ത് തന്നെ തോന്നുന്നുണ്ട്. നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അന്നേരം ബൈബിൾ എടുത്തുകൊണ്ട് അങ്ങ് പോവല്ല, അവിടെ ഇരിക്കണം. സഭയ്ക്ക് ബോധ്യമാവും. ദ സ്പിരിറ്റ് വിൽ സ്പീക്ക്. എന്നിട്ട് 4-ാം വാക്യം എന്താ പറയുന്നത്? അവരെ ചർച്ച് റിലീസ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവാണ് അവരെ പറഞ്ഞയക്കുന്നത്. നോ വണ്ടർ ദേ വർ എഫക്റ്റീവ്. അല്ലാതെ നമുക്ക് ഒരു 2-3 പേർക്ക് വിളിച്ചാൽ ഒരു മിഷൻ ട്രിപ്പ് അങ്ങ് പോയാലോ? അല്ല, എന്താ അങ്ങനെ തോന്നാൻ കാര്യം? ഓ, ഭയങ്കര തണുപ്പാണ് ബ്രദറെ, എനിക്കിവിടെ ഡിസംബറിലൊന്നും സഹിക്കാൻ പറ്റില്ല, നമുക്കങ്ങ് പോയാലോ? That's not the Holy Spirit. എന്നിട്ട് നമ്മൾ ആശ്വസിക്കുകയാണ്. ഞാൻ ജയ്പൂരിലൊക്കെ ഒന്ന് കറങ്ങി കേട്ടോ, പിങ്സി നല്ല കേട്ടോ, നല്ല. പിന്നെ അവിടെ ഗ്രാമത്തിലൊക്കെ അവിടെ പോയി.
നല്ലത്. ഹോളി സ്പിരിറ്റ് ആണോ അയച്ചത്? നോ. എല്ലാ കാര്യവും ഇറ്റ്സ് ദ സ്പിരിറ്റ്. കോൺഫറൻസിൽ സ്പിരിറ്റ്, മിഷൻസിന് അയക്കുന്ന സ്പിരിറ്റ്. ദേ ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. റിയലി നമ്മൾ റീതിങ്ക് ചെയ്യണം. ഞാൻ നിങ്ങളോട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അപ്പീൽ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തിൽ ഞാൻ ഇതെല്ലാം TV മെസ്സേജുകളിൽ പലത് വന്നിട്ടുണ്ട് എങ്കിലും അടുത്ത കാലത്ത് ഇതുപോലെ ഒരു ചില മണിക്കൂറുകളൊരു സഭയിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ, ഇറ്റ്സ് യുവർ ചർച്ച്, നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊരു അനുഭവം. നമ്മൾ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ചതിവിലാണ്. നമ്മൾ ബെന്തിക്കോസ് നെറ്റിയില്ല, ബെന്തിക്കോസ് ആകത്തില്ല. വേദപുസ്തകത്തിൽ ഈ അനുഭവം നമുക്കുണ്ടാവണം. ഹല്ലേലൂയ. അത് തരാൻ ജീസസ് ഈസ് ദേർ. ഇത് നമ്മുടെ ലക്ഷ്യമാകണം. ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഉപവാസ പ്രാർത്ഥന ഒരു ടേണിംഗ് പോയിന്റ് ആകണം. കോൺസെൻട്രേറ്റ്. ലോർഡ്, ഞങ്ങളുടെ ഭൗതികം അല്ല ഞങ്ങൾക്ക് വിഷയം. വി വാണ്ട് യു ഇൻ അവർ പ്രസൻസ്. ലവോദിക്ക സഭയ്ക്ക് എല്ലാം ഉണ്ട്. എന്താ അവർക്കില്ലാത്തത്? ഒരു കാര്യമില്ല. ജീസസ് ഇല്ല. ജീസസ് വാതിൽക്ക് നിന്ന് മുട്ടുന്നു. എന്നാ ഉണ്ട്? എന്താ ജീസസ് ഇല്ലെങ്കിൽ? സ്തോത്രം. ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഒത്തിരി ഇതാകുന്നു. കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് പീറ്ററിനെ അയച്ചത് ഞാൻ പറഞ്ഞു. ബർണബാസിനെ സോളിനെ ചർച്ച് കമ്മീഷൻ ചെയ്യുന്നത് പറഞ്ഞു. മേജർ ഡിസിഷൻ കോൺഫറൻസിൽ എടുക്കുന്നത് ഹോളി സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് പ്രേരിതമായിട്ടാണ് അവരെടുക്കുന്നത്. നിങ്ങൾ നോക്കി അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം. ഒരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു, അതും വിട്ടുപോകുമല്ലോ ഇപ്പം. 16-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 10 വരെ വേഗം വായിച്ചാട്ടെ. വചനം പ്രസംഗിക്കണ്ടെന്ന് വിലക്കും. അവർക്ക് ഈ വിലക്കുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി ഹോളി സ്പിരിറ്റ് വിലക്കിയിരിക്കുകയാണ്. നമ്മളന്ന് എന്ത് നമ്മളോട് അങ്ങനെ വിലക്കുന്ന അങ്ങനെ പറയാറില്ല. നമ്മൾ പിന്നെ പ്രവാചകൻ, അത് മിക്കവാറും കല്യാണ വിഷയത്തിലായിരിക്കും. എന്താ അവിടെ ഒരു പ്രകാശനം കാണുന്നില്ല, പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് നടക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നടക്കുമെന്ന് പറയുന്ന പുള്ളിയെ കൊണ്ട് നമ്മൾ പ്രവചിപ്പിക്കും. ഇതൊരു കഷ്ടമാണിത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാര്യം ഈ പാവം പിടിച്ചവനെ കൊണ്ട് നമ്മൾ പറയാം. അത് നമ്മൾ അതിനുള്ള ഹിൻഡിങ് ഒക്കെ നമ്മൾ നല്ല വിദഗ്ധമായിട്ട് പുള്ളിക്ക് കൊടുക്കും. പ്രത്യേകിച്ച് 2-3 പേരൊക്കെ കേക്ക് ഇതൊന്ന് അവതരിപ്പിക്കുകയൂടെ ചെയ്യാനുള്ള സംവിധാനവും സെറ്റപ്പാണ്. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് എന്തെങ്കിലും നല്ലൊരു കൈമടക്കം കൊടുത്ത് അയാളും ഹാപ്പി. ചായൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ പറഞ്ഞു. വിടുതൽ പ്രാപിക്കുക സഹോദരങ്ങളെ, വിടുതൽ പ്രാപിക്കുക. വചനം സംസാരിക്കല്ല ഒരു സ്ഥലത്തുനിന്ന് ആത്മാവ് വിലക്കിയതുകൊണ്ട് പോൾ ഡിഡ് നോട്ട് ഗോ. താഴോട്ട് വായിക്കാൻ പെട്ടെന്ന്. ആ ആ അവിടെയും പറഞ്ഞ് ദൈവാത്മാൻ നോട്ട് ഹിയർ. അയ്യോ, അതെന്താ അങ്ങനെ ദൈവാത്മാവ് വിലക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിന് വേറൊരു സ്ഥലത്ത് വിടണം, അത്രേ ഉള്ളൂ. താഴോട്ട് വായിക്കാം. ആ ദർശനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ലാംഗ്വേജ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ്. ആ അടുത്തത്. ആ അപ്പം 2 പോകണ്ടെന്ന് പറഞ്ഞത് യൂറോപ്പിൽ പോകണം. ആ പോയതാണ് ലുദിയയുടെ ഹൃദയത്തെ തുറക്കുന്നു, ജയിലർ മാനസാന്തരപ്പെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ സംഭവിക്കുന്നത്. സി, ദേ വർ ഡയറക്റ്റഡ്, കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അല്ലാതെ നമ്മളെല്ലാവരും കൂടെ എടുക്കുന്ന തീരുമാനമൊന്നുമല്ല ദൈവസഭയ്ക്ക് അത്. ആ എത്ര പേര് ഇതിനോട് യോജിക്കുന്ന കൈപൊക്കാം. അപ്പോൾ ഭൂരിപക്ഷം ഇതാകയാൽ വിയോജിപ്പുള്ളവരിലുണ്ടോ? അപ്പോൾ ഒരുത്തനിങ്ങനെ വാട്ട് ഈസ് ഗോയിങ്. യോ കഷ്ടം എന്നല്ലാതെ നാം എന്തു പറയണ്ടു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം, ലോർഡ് വി നീഡ് യുവർ ഹോളി സ്പിരിറ്റ്.
സ്തോത്രം. ഇനിയും ഇതിനകത്തൊരു പ്രത്യേക കാര്യം കൂടെ പറഞ്ഞാൽ വിൽ സ്റ്റോപ്പ്. അങ്ങനെ ഒക്കുള്ളൂ. ഞാൻ വളരെ ഇന്ന് റഷ് ചെയ്താണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ഒക്കുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ നിലയിൽ പറഞ്ഞ എന്താണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, ആത്മസ്നാനം. നമുക്കിപ്പോൾ ഉപദേശം അങ്ങനെയാണ്, അങ്ങനെയാണോ, ഇങ്ങനെയാണോ, ഇങ്ങനെയാണ്. ബ്രദർ, വി നീഡ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് അവരിൽ വന്നപ്പോൾ അവരിൽ ഉണ്ടായ ആന്തരിക മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത്. സ്വഭാവം മാറി. ആത്മാവ് ഇപ്പോൾ അവരെ നടത്തുന്നു. പോളിൻ്റെ അനുഭവം ഒരെണ്ണം നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കാം. പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ അത് ഒത്തിരി പറയേണ്ടതാണെങ്കിലും വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഒന്ന് വായിക്കണേ. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് ബന്ധിക്കും. ഇറ്റ് ജസ്റ്റ് മീൻസ് കമ്പൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനാൽ നിർബന്ധിതനായി. പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിച്ചു, അതാണ് അതിൻ്റെ അർത്ഥം. ആത്മാവിനാൽ ബന്ധിതനായി. പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി മതി. അപ്പോൾ എന്താ ഇതിനകത്ത് നമുക്ക് മനസ്സിലായത്? പരിശുദ്ധാത്മാവ് നേരിട്ട് പോളിനോട് പറഞ്ഞു ജെറുസലേമിൽ പോകണമെന്ന്. പോളിന് ദൂതുണ്ട്. എവിടെ പോകണം? ജെറുസലേമിൽ പോകണം. അതും പരിശുദ്ധാത്മാവ് കമ്പല് ചെയ്തെന്ന. ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നില്ല. എഫെസോസിലെ മിനിസ്ട്രി കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. ആൻഡ് ആത്മാവിനെ അനുസരിച്ച് അപ്പോസ്തോലൻ ജെറുസലേമിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾ നോക്കിക്കേ, 21-ാം അധ്യായം 4-ാം വാക്യം. എവിടെ? സോറിൽ. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി പറഞ്ഞത് എന്താ? പോവണം. സോറിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം വചനമനുസരിക്കുന്നവർ, ആത്മാവിൻ്റെ വരദാനമുള്ളവർ, നല്ലൊരു ചർച്ചുണ്ട്. അവരെന്ത് ദൂത് കൊടുത്ത് പോകണ്ട? പോമോ പോകത്തില്ലയോ? വ്യക്തിപരമായ ദൂതില്ലാത്തവൻ ദൂത് പറയുന്നവർ എന്തോ പറയുന്നു അതനുസരിച്ച് പോകുള്ളൂ. അതാണ് ഒത്തിരി കഷ്ടം നമ്മുടെ ഇടയിൽ. വി നീഡ് ദ ഹോളി സ്പിരിറ്റ്. ഇവിടുത്തെ ഞാൻ പറയാമത് 16-ാം വാക്യം കൂടെ വായിച്ചു. 10-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. അഗബോസ് നല്ല പ്രവാചകനാ, കൃത്യം ദൂതാണ് പറഞ്ഞത്. അടുത്ത വാക്യം. ഇത് കേട്ടാറെ യെരൂശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അപ്പൊ നമ്മളെന്ത് പറയും? ശരിയാ. പോളെന്തോ പറഞ്ഞു? താഴ്വാര് അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞു എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന പോൾ എഫെസോസ് വിട്ട്, എഫെസോസിൽ വന്നതൊക്കെ തന്നെ പഠിക്കേണ്ട കാര്യമായിരുന്നു. ഹി വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ടു കം ടു എഫെസോസ്. അവിടുത്തെ 3 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഹി ഈസ് ഹെഡിങ് ടുവേർഡ്സ് ജെറുസലേം. സോറിൽ വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കൈസറിയയിൽ വന്നപ്പോൾ, കൈസറിയയിൽ ആദ്യം പറയാം, ഓൾറെഡി പോളിനോട് പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിർബന്ധിക്കുകയാണ്, നീ ജെറുസലേമിൽ പോകണം, നിനക്ക് അവിടെ കഷ്ടത ഉണ്ട്. കൈസറിയയിൽ ചെന്ന പോള്, ഹലോ പ്രവചന ശുശ്രൂഷയുണ്ടോ? ഒന്ന് വന്ന് ശുശ്രൂഷിക്കാമോ? ഞാൻ അങ്ങോട്ട്. ഇതാണോ ചെയ്തത്? പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയല്ല. പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ
ദൈവത്തിന് പ്രവാചകനിലൂടെ സംസാരിക്കണമെങ്കിൽ ഹീ വിൽ സെൻഡ് ദ പ്രൊഫറ്റ് ടു യു. പഴയ നിയമത്തിൽ അങ്ങനെ അല്ലായിരുന്നു. പഴയ നിയമത്തിൽ അഭിഷേകം ഒരുത്തൻ്റെ മേല, അവിടെ എല്ലാവരും വന്ന് ആലോചന കേൾക്കണം. പുതിയ നിയമത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകർന്നിരിക്കുക. പ്രവചന ശുശ്രൂഷയിലൂടെയാണ് സംസാരിക്കുന്നതെങ്കിൽ ദൈവം അയക്കും ഒരുത്തനെ. അല്ലാതെ കൂലി കൊടുത്ത് ഫോൺ ചെയ്ത് ഹലോ 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 എവിടെ പഞ്ചാബ് ഒന്ന് പറയാമോ, ഞാൻ വെളിയിലോട്ട് ഇറങ്ങണോ വേണ്ടായോ, മഴയല്ലേ ഇറങ്ങിക്കോ. നിങ്ങൾക്ക് എന്തുവാ ഇത്? ഇറ്റ് ഈസ് നോട്ട് ന്യൂ ടെസ്റ്റമെൻറ്റ്, യു ആർ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്. പ്രവചനം എന്താണ്, പ്രവചന ശുശ്രൂഷ എന്താണ്, ദാറ്റ് ഈസ് അനദർ ക്ലാസ്. പോളാരെയും വിളിച്ചു വരുത്തിയല്ല, പക്ഷേ നിയോഗിതനായി അഗബസ് കയറി വരിക. അഗബസ് പറഞ്ഞ കൃത്യം ദൂത് ശരിയാണ്. പോളിനിത് സർപ്രൈസിങ് അല്ല. അവർ ആത്മാവ് ഇതല്ലേ നേരത്തെ പറഞ്ഞത്. വ്യക്തിപരമായി നമ്മുടെ കൂടെയുള്ള ആത്മാവ് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കൺഫർമേഷനാണ് പ്രോഫസി. കേട്ടുകൊണ്ടിരുന്നവരാണ് പറയുന്നത് അയ്യോ പോകരുതേ, അവിടെ ബുദ്ധിമുട്ടുണ്ടാകുമേ. ദൂത് തെറ്റിയില്ല, ആത്മാവ് അഗബസിലൂടെ കറക്റ്റാണ് പറഞ്ഞത്. കേട്ടുകൊണ്ടിരുന്നവർ പറഞ്ഞതാണ് അവരുടെ ഇമോഷൻ കൊണ്ട് പോലെ പാസ്റ്ററെ. പക്ഷേ പോൾ പറഞ്ഞു ഐ വിൽ ഗോ, ഐ ആം റെഡി ടു ഡൈ. ഇനി സോറിലെ വിഷയവും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഫൈൻഡിങ് ദ ഡിസൈപ്പിൾസ് ദെയർ വി സ്റ്റേഡ് വിത്ത് ദം 7 days. Through the Spirit they urged Paul not to go to Jerusalem. ശരിക്ക് വ്യാഖ്യാനിച്ചാൽ ഹോളി സ്പിരിറ്റിനാൽ അവിടെയുള്ളവർക്ക് ബോധ്യമായി ഈ മനുഷ്യൻ കട്ടപ്പെടാൻ പോവുക. നിങ്ങൾ പിന്നീടുള്ള ചരിത്രം വായിച്ചാൽ യെരുശലേമിൽ എടുത്തിട്ടടിച്ചു പോളിന്. അവർക്കത് മനസ്സിലായിട്ട് അവർ പറയുകയാണ് പ്ലീസ് ഡോണ്ട് ഗോ. ഇത് തന്നെയാണ് കൈസറിയയിൽ സംഭവിക്കുന്നത്. പോള് പരിശുദ്ധാത്മാവിനെ അവഗണിച്ച് പോവുകയല്ല, പോളിന് ദൂതുണ്ട്. ഹി ഈസ് കമ്പൽഡ് ബൈ ദ സ്പിരിറ്റ് ടു ഗോ. പ്രവാചകനെ വിളിച്ച് രാത്രി 11-നും 12-നും ഇരുന്ന് കാശും കൊടുത്ത് വെച്ച് പ്രവചിച്ചു. എന്നിട്ട് ഞാൻ അതനുസരിച്ച് ഓരോന്ന് ചെയ്യുക. ഈ വീട് മാറുക, അടുത്ത വീട്ടിൽ പോകും. അപ്പോൾ അടുത്ത വീട്ടിൽ ബന്ധനമില്ല, അടുത്ത വീട്ടിൽ കൊടിയ ബന്ധനമുണ്ട്. നമുക്കില്ലേ, നമ്മളോട് ദൈവം സംസാരിക്കത്തില്ലേ? നമ്മൾ മക്കളല്ലേ? പക്ഷേ നമ്മൾ പറയുന്നത് എന്താ? പരിശുദ്ധാത്മാവുണ്ട്. അതെന്താ? അത് ഞങ്ങൾ വെള്ളിയാഴ്ച വരുമ്പോൾ ഒത്തിരി ശബ്ദം ഉണ്ടാക്കും. Why is the Holy Spirit not real to us? ദൈവം വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹമാണ്. ആത്മാവിൻ്റെ ശബ്ദത്തിന് ട്യൂൺഡാണെങ്കിൽ ഒരു കള്ളപ്രവാചകനും ആർക്കും നമ്മളെ തെറ്റിക്കാനൊക്കത്തില്ല. ദൂത് കേൾക്കുമ്പോൾ നമുക്കറിയാത്തത് വ്യാജമാണിത്. കാരണം ആത്മാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടിത് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല? സോറിലും കൈസറിലും മറ്റുള്ളവർ പറഞ്ഞ ദൂത് കറക്റ്റ് ദൂതാണ്. അത് കേട്ടുകൊണ്ടിരുന്ന സഭക്കാർക്ക് പോളിനെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് പറയുകയാണ് സാറേ പോലെ. പോൾ പറഞ്ഞു നോ, ആത്മാവിനെ വിടുക, ഗോ. പ്രൈസ് ദ ലോർഡ്. നമ്മളെങ്ങനെ പറയുന്നത്? കഴിഞ്ഞ ദിവസം വന്ന പുള്ളിയും പറഞ്ഞായിരുന്നു, പിന്നെ മറ്റേ പുള്ളിയും പറഞ്ഞായിരുന്നു. ഇവർ രണ്ടുപേരും ചുമ്മാ പറഞ്ഞെങ്കിൽ എന്തു ചെയ്യും? അയ്യോ അങ്ങനെ ചുമ്മാ പറയുമോ? എത്രയോ പേര് ചുമ്മാതാ പറയുന്നത്. വേറെ ചിലരുടെ അതാ എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നത്. ആദ്യം പറഞ്ഞാൽ കറക്റ്റായിരുന്നു, പിന്നത്തേതായിരുന്നു തെറ്റിയത്. അങ്ങനെ ദൈവാത്മാവ് പറയുമോ? ആദ്യം പറഞ്ഞത് എന്നോട് തുടക്കത്തിൽ വെച്ച് എൻ്റെ ആദ്യത്തെ 20 വർഷത്തെ ചില കറക്റ്റാണ്. ഇപ്പോഴതാ പിന്നെ എല്ലാവർക്കും ഒക്കെ തെറ്റ് പറ്റുമല്ലോ. അയ്യോ, നമ്മൾ ഇതാണോ ചിന്തിക്കുന്നത്? യു തിങ്ക് ദ ഹോളി സ്പിരിറ്റ് വിൽ സ്പീക്ക് ഹാഫ് ട്രൂത്ത്സ്? പരിശുദ്ധാത്മാവ് അക്കമിട്ട് പറയും മുഴുവൻ സത്യമാണ്. ആത്മാവ് വ്യാജം പറയുന്നവനല്ല, അവൻ സത്യത്തിൻ്റെ ആത്മാവാണ്. നിങ്ങൾ ഇതിനകത്തിരിക്കുന്നവർ പലരും പ്രവചനം കേട്ട് കുടുങ്ങിയവർ ഇതിനകത്തില്ലേ? വായ്, നിങ്ങളോട് ആത്മാവ് ഇടപെടുന്നില്ല. ആത്മാവിന് ഇടപെടണമെന്നുണ്ട്, എനിക്ക് നേരമില്ലല്ലോ.
എനിക്ക് പ്രധാന ജോലി കഴിഞ്ഞ് പാർട്ട് ടൈം ഉണ്ട്, പിന്നെ ഞാൻ രാത്രി കൂടെ ഒരെണ്ണം ഒപ്പിക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചോണേ. ഡോണ്ട് ബി ഡിസീവ്ഡ് മൈ ബ്രദറൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതാണ് ബോട്ടം ലൈൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നടക്കണം. നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, ചർച്ച്, നമ്മുടെ ഓർഗനൈസേഷൻ, എവ്രിവൺ. അതാണ് റിയൽ ചർച്ച്. അതാണ് റിയലി ക്രിസ്ത്യാനിറ്റി. എവ്രി ഡേ ബീങ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. എത്രയോ ശ്രേഷ്ഠമാണത്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാവുമ്പോഴാണ് സിസ്റ്റർ നമ്മളിലൂടെ ആത്മാവ് ആളുകളോട് പറയും. ആ ജോലി സ്ഥലത്ത് എന്തു പറയും? ദൂത് പറയും. അന്നേരം നമ്മൾ കയ്യൊന്നും കൂട്ടിയല്ല, സിമ്പിളായിട്ട്, സാലി ദ ലോർഡ് ഈസ് ടെല്ലിങ് മീ ദാറ്റ് യു ഹാവ് എ പ്രോബ്ലം ഇൻ യുവർ. എങ്ങനെ അറിഞ്ഞു? ആരെങ്കിലും വിളിച്ച് പറഞ്ഞായിരുന്നു? ഇല്ല, ആത്മാവ് എന്നോട് പറഞ്ഞ, ഞാൻ പ്രാർത്ഥിക്കാം. സിമ്പിളായിട്ട് നോക്കി. ഹല്ലേലൂയ. അതെന്താ? കാരണം നമ്മൾ ആത്മാവുമായിട്ട് നടക്കല്ലേ, ആത്മാവ് സെൻസിറ്റീവ് അല്ലേ. ഹല്ലേലൂയ. ഇങ്ങനെയൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ ലൈഫ്. ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ സൂപ്പർ നാച്ചുറൽ ലൈഫ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയാം, മറ്റ് മതസ്ഥർ, മറ്റ് ഭാഷക്കാർ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അറബികൾ അന്തം വിട്ടുപോകും ഇഫ് യു ആർ വാക്കിംഗ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. വാട്ട് ആൻ എക്സൈറ്റിംഗ് ലൈഫ് to be led by the Spirit of Jesus Christ. ആന്തരികമായി ഞാൻ മാറ്റപ്പെടുന്നു. ആത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. നമ്മളൊരു ഉപകരണമായി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഫലവും വരവും ഒരുപോലെ പ്രദർശിക്കപ്പെടുന്നു. എന്ത് സംഭവിക്കുന്നു? അതിലൂടെ കർത്താവ് മഹത്വം എടുക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് വില്ലിംഗ്, വി വിൽ സീ ടുമോറോ മോർണിംഗ്. ഗോഡ് ബ്ലെസ് യു.